ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇറിഗേഷൻ എഞ്ചിനീയറിങ്ങിൻ്റെ മൊഡ്യൂൾ 3 ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡ്യൂട്ടി, ഡെൽറ്റ, ബേസ് പീരീഡ്, അതുപോലെ വരുന്ന കുറച്ച് ടേംസ് ആയിരിക്കും. അപ്പോൾ ഇത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് ഈ ഒരു മൊഡ്യൂളിൽ നിന്നും പല ഡെഫിനിഷനും തന്നിട്ട് എന്താണത് എന്നുള്ള ടൈപ്പ് ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇനി വരുന്ന ഫർദർ മൊഡ്യൂൾസിലും നമുക്ക് ന്യൂമറിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ടേംസിൻ്റെ ഒരു അറിവ് വേണം. ഓക്കെ, അപ്പോൾ കുറച്ച് ടേംസ് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്കറിയേണ്ട ടേമുകൾ ക്രോപ്പ് പീരീഡും ബേസ് പീരീഡും എന്താണെന്നാണ്. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് ഞാനൊരു ഫിഗർ വരയ്ക്കാം. ഓക്കെ, ഇതാണ് ഒരു ഫിഗർ. അപ്പോൾ ഇതൊരു ലാൻഡാണ്, നമ്മൾ കൃഷി ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇറിഗേഷൻ ആണല്ലോ പഠിക്കുന്നത്. അപ്പോൾ എന്താ ഒരു സാധനം കൃഷി ചെയ്യാൻ പോകും. കൃഷി ചെയ്യാൻ പോകുമ്പോൾ ആദ്യം ചെയ്യുന്നത് എന്ത്? എനിക്ക് വേണ്ട അരി, ആ സീഡ് ഞാൻ എന്ത് ചെയ്യും? സോ ചെയ്യും, അല്ലെങ്കിൽ വിതയ്ക്കും. അപ്പോൾ സോയിങ് ഓഫ് സീഡ്. അപ്പോൾ അരി വിതച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വേണ്ടുന്ന എമൗണ്ട് ഓഫ് അവിടെ കുറച്ച് വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? പിന്നെ പോകെ വിത്ത് പാസേജ് ഓഫ് ടൈം എന്ത് ചെയ്യും? ഈ ധാന്യത്തിൽ നിന്ന് ചെറിയ ചെറിയ പൊടിപ്പൂ പോലെ വരും. ഇത് വീണ്ടും നമ്മൾ വെള്ളം ഒഴിക്കുന്നതനുസരിച്ച് ഇത് വളർന്ന് അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ബ്ലൂ കളറിൽ കാണിക്കുന്നത് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വളർന്ന് എന്ത് ചെയ്യും? അവസാനം നമുക്ക് അതിൻ്റെ ഹാർവെസ്റ്റ്, അതായത് വിളവെടുക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇത് പൂർണ്ണ വളർച്ചയെത്തി നമുക്ക് വേണ്ടുന്ന എന്താണോ അതിൽ നിന്ന് കിട്ടാനുള്ള നമ്മൾ വിളവെടുക്കും. ഇതാണല്ലോ ഒരു ബേസിക് പ്രൊസീജിയർ നടക്കുന്നത് നമ്മുടെ ഒരു കൃഷി ചെയ്യുന്ന സമയത്ത്. ഇതിനകത്ത് അപ്പോൾ ഇത് സോയിങ് ഓഫ് സീഡ് ആണെങ്കിൽ ലാസ്റ്റ് പോയിൻ്റ് എന്ത്? ഹാർവെസ്റ്റിംഗ്. ഓക്കെ, ഈ ഒരു ടൈം പീരീഡ് ഫ്രം സോയിങ് ഓഫ് സീഡ്, അരി വിതച്ചത് മുതൽ ഹാർവെസ്റ്റ് ചെയ്ത് വിളവെടുത്തല്ലോ, അതിനിടയിലുള്ള ടൈം, ഇതിനാണ് എന്ത് പറയുന്നത്? ക്രോപ്പ് പീരീഡ് എന്ന് പറയുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ്. പലരും ഈ ടേം കേട്ട് കാണാൻ സാധ്യതയില്ല. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ബേസ് പീരീഡ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. പക്ഷേ ഇത് നിങ്ങൾ അറിയണം. ക്രോപ്പ് പീരീഡ് എന്ന് പറഞ്ഞാൽ ദ ടൈം പീരീഡ് ബിറ്റ്വീൻ എവിടെ നിന്ന് എവിടെ? സോയിങ് ഓഫ് സീഡ് മുതൽ ഹാർവെസ്റ്റിംഗ് വരെയുള്ള ടൈമിൽ, ആ ഒരു ടൈം ലാപ്സാണ് എന്ത് പറയുന്നത്? ക്രോപ്പ് പീരീഡ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ടേം നിങ്ങളെപ്പോഴും കേൾക്കുന്ന ടേം ബേസ് പീരീഡ്. ബേസ് പീരീഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ഒരു അരി ഇടുന്നു എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളിപ്പം ഏതെങ്കിലും ഒരു കൃഷി ചെയ്യുന്നതിന് മുമ്പ് നേരെ കൃഷി ചെയ്യുന്ന ഭൂമിയിൽ പോയി നേരെ അരി ഇടുവാണോ? അല്ല, നമ്മൾ അരി ഇടുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? ശരിക്കും അവിടെ ഒരു ലാൻഡ് പ്രിപ്പറേഷൻ എന്ന് പറയും. അവിടെയുള്ള ലാൻഡൊക്കെ ഒന്ന് ഉഴുത് മറിച്ച് അവിടെ കുറച്ച് ഫെർട്ടിലൈസറും കാര്യങ്ങളൊക്കെ കൊടുത്ത് കുറച്ച് പരിപാടികൾ ചെയ്യുമല്ലോ. അത് ഞാൻ ലാൻഡ് പ്രിപ്പറേഷൻ എന്ന് പറയാം. ലാൻഡ് പ്രിപ്പറേഷൻ. ഇനി ആ ലാൻഡ് പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കും. കാരണം ആ കട്ടി മണ്ണൊക്കെ ഒന്ന് ലൂസാവാനും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അന്നേരം അതിന് വേണമെങ്കിൽ എനിക്ക് എന്ത് പറയാം? ഞാൻ ആ ഭൂമിയിൽ കൊടുത്ത ആദ്യത്തെ വാട്ടറിങ് എന്ന് പറയാമല്ലോ. അപ്പോൾ വേണമെങ്കിൽ അതിനെന്ത് പറയാം? ഫസ്റ്റ് വാട്ടറിങ് എന്ന് പറയാം. ഞാൻ ആ കൃഷി ചെയ്യാൻ പോകുന്ന ഭൂമിയിൽ കൊടുത്ത ആദ്യത്തെ വാട്ടറിങ് എന്ന് പറഞ്ഞാൽ ആ ലാൻഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ്. അല്ലാതെ അരി ഇട്ടിട്ട് നിങ്ങൾ വെള്ളം ഒഴിച്ചു, അത് ഓക്കെ. പക്ഷെ അതിന് മുമ്പേ ആ ഭൂമിയിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വാട്ടറിങ് എന്ന് പറഞ്ഞാൽ ഈ ലാൻഡ് പ്രിപ്പറേഷൻ സമയത്ത്. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് വിളവെടുത്തെന്ന് പറഞ്ഞു. ഇതിനിടയിലെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ചെടിക്ക് ഇഷ്ടംപോലെ ആവശ്യാനുസരണം നമ്മൾ വെള്ളം ഒഴിച്ച് പോകുന്നുണ്ട്. എവിടെ വരെ? നമ്മൾ ഈ വിളവെടുക്കുന്നതിന് തൊട്ട് മുമ്പ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവസാനം ഒരു വട്ടവും കൂടെ എന്ത് ചെയ്യും? നമ്മൾ വെള്ളം ഒഴിക്കും. ആ അവസാനം വെള്ളം ഒഴിച്ചതിന് ഞാൻ ലാസ്റ്റ് വാട്ടറിങ് എന്ന് പറയും. ഓക്കെ, ഇനി ഈ ഒരു ടൈം പീരീഡ് ഫ്രം ആദ്യം ലാൻഡ് പ്രിപ്പറേഷൻ സമയത്ത് വെള്ളം ഒഴിച്ചത് മുതൽ ഹാർവെസ്റ്റിങ്ങിന് മുന്നോടിയായിട്ട് അവസാനം ഒരു വട്ടം ഞാൻ വെള്ളം ഒഴിക്കുന്ന ഒരു ടൈം പീരീഡ്, അതിനാണ് എന്ത് പറയുന്നത്? ബേസ് പീരീഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ക്രോപ്പ് പീരീഡ് എന്ന് പറഞ്ഞാൽ സോയിങ് ഓഫ് സീഡ് മുതൽ ഹാർവെസ്റ്റിംഗ്, അതിനിടയിലുള്ള ടൈം പീരീഡാണ് എന്ത്? ക്രോപ്പ് പീരീഡ്. ബേസ് പീരീഡ് എന്ന് പറഞ്ഞാൽ
ഫസ്റ്റ് വാട്ടറിങ്ങിനും ലാസ്റ്റ് വാട്ടറിങ്ങിനും ഇടയിലുള്ള സമയം. ഫസ്റ്റ് വാട്ടറിങ് അവിടെ എപ്പോഴാണ് നടക്കുന്നത്? ലാൻഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ. ലാസ്റ്റ് വാട്ടറിങ്ങോ ജസ്റ്റ് ബിഫോർ ഹാർവെസ്റ്റിംഗ്. അതിനാണ് എന്ത് പറയുന്നത്? ബേസ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യക്തമാണ്, ബേസ് പീരീഡും ക്രോപ്പ് പീരീഡും സെയിം ആണോ? അല്ല, ഇവർ തമ്മിൽ ഈ ഒരു ഗ്യാപ്പുണ്ട്, ഈ ഒരു ഗ്യാപ്പുണ്ട്. അപ്പോൾ എന്തായാലും ക്രോപ്പ് പീരീഡും ബേസ് പീരീഡും സെയിം അല്ല. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് പിന്നെ ക്രോപ്പ് പീരീഡ് എന്ന് പറഞ്ഞ ഒരു സംഭവം എടുത്ത് കേൾക്കാത്തത്? നമ്മൾ യൂഷ്വലി എല്ലാവരും കേൾക്കുന്ന ബേസ് പീരീഡ് എന്ന് പറഞ്ഞ ടൈം. അതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ആൾക്കാരും ഓൾമോസ്റ്റ് എന്തോ ഈ ഇപ്പം ഞാൻ പടത്തിൽ ഇത്രയും വലിയ ഡിഫറൻസ് കാണുന്നെങ്കിലും ഓൾമോസ്റ്റ് ചെറിയൊരു ഡിഫറൻസാണ്. എങ്കിൽ പോലും നിങ്ങളുടെ അറിവിൽ വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. എപ്പോഴും ക്രോപ്പ് പീരീഡ് ആയിരിക്കും എന്ത് ബേസ് പീരീഡിനേക്കാൾ വലുത്. ഈ ഒരു അറിവ് നിങ്ങൾക്ക് വേണം. കാരണം ഇപ്പം കോമ്പറ്റീഷൻ ടഫായതുകൊണ്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നുണ്ട്. ക്രോപ്പ് പീരീഡ് ആണെന്തോ ശരിക്കും ടൈം ലാപ്സ് നമ്മൾ പല ക്രോപ്സിൻ്റെ അടുത്ത് നോക്കുമ്പോൾ ക്രോപ്പ് പീരീഡാണ് ബേസ് പീരീഡിനേക്കാൾ വലിയ ഒരു ടൈം പീരീഡായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് നിങ്ങളുടെ അറിവിലിരുന്നാൽ മതി. പക്ഷേ ഇനി നമ്മൾ ജനറൽ പർപ്പസ് നമ്മൾ ഇനി വരുന്ന എല്ലാ ടോപ്പിക്കുകളിലും ക്രോപ്പ് പീരീഡ് എന്ന് പറഞ്ഞാലും ബേസ് പീരീഡ് എന്ന് പറഞ്ഞാലും സെയിം ആളായിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അത് നമ്മുടെ അസംഷൻ. പക്ഷേ ആക്ച്വലി ഈ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. പ്രോബ്ലത്തിലും കാര്യങ്ങളിലും ഒക്കെ വരുമ്പോഴത്തേക്ക് ക്രോപ്പ് പീരീഡ് എന്ന് പറഞ്ഞാലും ബേസ് പീരീഡ് എന്ന് പറഞ്ഞാലും എല്ലാം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരേ ആളായിട്ട് ധരിച്ച് നിങ്ങൾക്ക് ബാക്കി ന്യൂമറിക്കലും കാര്യങ്ങളും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടേം എന്തായിരുന്നു? ക്രോപ്പ് പീരീഡ്. ക്രോപ്പ് പീരീഡ് നമ്മൾ കണ്ടു. എന്താണ് ക്രോപ്പ് പീരീഡ്? ദ ടൈം ഫ്രം ഇൻസ്റ്റൻറ്റ് ഓഫ് സോയിങ്, സീഡ് ഇട്ട മുതൽ ഇൻസ്റ്റൻറ്റ് ഓഫ് ഹാർവെസ്റ്റിംഗ്. ഇതിനകത്ത് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് ക്രോപ്പ് പീരീഡ് എന്ത് സോയിങ് മുതൽ ഹാർവെസ്റ്റിംഗ് അതിൻ്റെ ഇടയിലുള്ള ടൈം പീരീഡ്. ബേസ് പീരീഡ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ബി എന്ന് പറയുന്ന ഒരു നൊട്ടേഷൻ കൊണ്ടാണ്. അതെന്താ? ദ ടൈം ഫ്രം ഫസ്റ്റ് വാട്ടറിങ് ഡൺ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ലാൻഡ് പ്രിപ്പയർ ചെയ്തപ്പോൾ കൊഴിച്ച ഫസ്റ്റ് വാട്ടറിങ് മുതൽ ഹാർവെസ്റ്റിങ്ങിന് തൊട്ട് മുന്നായിട്ടുള്ള ലാസ്റ്റ് വാട്ടറിങ് വരെ, ടു ദ ലാസ്റ്റ് വാട്ടറിങ് ബിഫോർ ഹാർവെസ്റ്റിംഗ്. അതാണെന്ത് ബേസ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഫസ്റ്റ് വാട്ടറിങ് ഡൺ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ നമ്മൾ ലാൻഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിനൊരു നമ്മൾ സ്പെഷ്യൽ ഒരു പേര് പറയുന്നുണ്ട്. ദ ഫസ്റ്റ് വാട്ടറിങ് ഡൺ പ്രയർ ടു ദി സോയിങ് ഓഫ് സീഡ്. അതായത് അരി ഇവിടെ അല്ലേ ഇട്ടത്, ധാന്യം ഞാൻ വിതച്ചത് ഇവിടെ, അതിന് മുന്നോടിയായിട്ട് ചെയ്ത ഫസ്റ്റ് വാട്ടറിങ് ഡ്യൂറിങ് എപ്പോഴാണ് നമുക്കറിയാം അവിടെ ലാൻഡ് പ്രിപ്പറേഷൻ. അതിന് പറയുന്ന പേരാണ് പാലിയോ ഇറിഗേഷൻ. വെരി ഇമ്പോർട്ടൻ്റ് ടേം, ഡയറക്റ്റ് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് വാട്ടറിങ് ഡൺ പ്രയർ ടു സോയിങ് ഓഫ് സീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പാലിയോ ഇറിഗേഷൻ. അതാണ് അടുത്ത ടേം. ഫസ്റ്റ് വാട്ടറിങ് ഡൺ പ്രയർ ടു സോയിങ് ഓഫ് സീഡ് അല്ലെങ്കിൽ സോയിങ് ഓഫ് ക്രോപ്പ്. പാലിയോ ഇറിഗേഷൻ കിട്ടിയല്ലോ. നെക്സ്റ്റ് കോർ വാട്ടറിങ്. കോർ വാട്ടറിങ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഈ അരി ഇട്ടു, വെള്ളം ഒഴിച്ചു കൊടുത്തു, അന്നേരം ഇതെന്ത് ചെയ്തു? ഈ അരിയിൽ നിന്ന് കുറച്ച് ചെറുതായി കിളിർപ്പ് വന്ന് വലുതായി പോവുക. അതായത് ഈ ചെടികളുടെ അല്ലെങ്കിൽ ചെടി ഒരു ഫ്യൂ സെൻറ്റിമീറ്റേഴ്സ് ഹൈറ്റ് ആവുന്ന സമയത്ത്, ഫ്യൂ സെൻറ്റിമീറ്റേഴ്സ് ഹൈ, ഇത് ഞാൻ എടുത്തെഴുതാനുള്ള റീസൺ ഉണ്ട്. ചെടി ഫ്യൂ സെൻറ്റിമീറ്റേഴ്സ് ഹൈ വളരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഈ വാട്ടറിങ് ഉണ്ടല്ലോ, ഇവിടെല്ലാം ഒഴിച്ചു കൊടുത്ത വാട്ടറിങ് ഉണ്ടല്ലോ, അതിന് നമ്മളൊരു സ്പെഷ്യൽ പേര് പറയും. അതിനാണ് എന്ത് പറയുന്നത്? ദീസ് ആർ കോൾഡ് കോർ വാട്ടറിങ്. ഇത് ഒറ്റ ട്രിപ്പിൽ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളമല്ല, നിങ്ങൾ മനസ്സിലാക്കുക. അതൊരു ടൈം പീരീഡ്. നമുക്കറിയാം ഒരു ചെടിക്ക് ഏറ്റവും കൂടുതൽ വെള്ളം വേണ്ടുന്ന എപ്പോഴാണ്? അത് ജനിച്ച് അല്ലെങ്കിൽ ആ അരി ഒന്ന് തളർത്ത് വരുന്ന തുടക്ക കാലഘട്ടത്താണ്. അവസാനത്തോട്ട് വരുമ്പോഴത്തേക്ക് വളർന്ന് വലുതായി പിന്നെ അതിൻ്റെ വാട്ടർ റിക്വയർമെൻറ്റ് കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. നമുക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ തുടക്കം കുറച്ച് കാലഘട്ടത്തിൽ ഇതിൻ്റെ വെള്ളത്തിൻ്റെ റിക്വയർമെൻറ്റ് ഭയങ്കരമായിരിക്കും. അതുകൊണ്ടാണ് അതിനെ സ്പെഷ്യലായിട്ട് ആ തുടക്കകാലത്ത് ചെടിയുടെ ഹൈറ്റ് ഒരു ഫ്യൂ സെൻറ്റിമീറ്റേഴ്സ് ഹൈറ്റ് വരുന്ന സമയത്ത് അതിന് കൊടുക്കുന്ന വാട്ടറിങ്ങിന് നമ്മൾ ഒരു പേരിട്ട് വിളിക്കും. ഇറ്റ് ഈസ് കോൾഡ് കോർ വാട്ടറിങ്. ഓക്കെ, അതിന് ഈ ഫ്യൂ സെൻറ്റിമീറ്റേഴ്സ് ആയി ഞാൻ എടുത്ത് എഴുതാനുള്ള കാര്യം ഇതൊരു കീ പോയിൻ്റായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. കാരണം മറ്റേത് രണ്ടും ഫസ്റ്റ് വാട്ടറിങ് എന്നേ പറയും. മറ്റേത് എപ്പോഴാണ്? ഫസ്റ്റ് വാട്ടറിങ് ഡൺ പ്രയർ ടു സോയിങ് ഓഫ് സീഡ്. കോർ വാട്ടറിങ് എന്ത്? ഫസ്റ്റ് വാട്ടറിങ് ഡൺ ആഫ്റ്റർ പ്ലാന്റ് ഹാസ് ഗ്രോൺ ഫ്യൂ സെൻറ്റിമീറ്റേഴ്സ് ഹൈ. ഇവിടെ വാട്ടറിങ് എന്നേ ഉള്ളൂ, പക്ഷേ ചില സമയത്ത് ഡെഫിനിഷൻസിൽ ഫസ്റ്റ് വാട്ടറിങ് തന്നെ കണ്ടിട്ടുണ്ട്. പക്ഷേ എപ്പോഴാണ്? വെൻ ദ പ്ലാന്റ് ഹാസ് ഗ്രോൺ ഫ്യൂ സെൻറ്റിമീറ്റേഴ്സ് ഹൈ. അതിനാണെന്ത് കോർ വാട്ടറിങ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, അത് ഒരു ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം അല്ല, ഒരു ചെറിയൊരു ടൈം പീരീഡാണ്. കാരണം ആ തുടക്കം ഇനീഷ്യൽ സമയത്താണ് ഏറ്റവും കൂടുതൽ വെള്ളം. അപ്പോൾ ആ ഏറ്റവും കൂടുതൽ വെള്ളം വരുന്ന ആ ഒരു കൊടുക്കുന്ന സമയത്തിനാണ് എന്ത് പറയുന്നത്? കോർ വാട്ടറിങ് എന്ന് പറയുന്നത്.
ഓക്കെ, കോർ വാട്ടറിങ് നമ്മൾ കണ്ടു. ഫസ്റ്റ് വാട്ടറിങ് വിച്ച് ഇസ് ഡൺ ടു ക്രോപ്പ് വെൻ ഇറ്റ് ഈസ് ഫ്യൂ സെൻറ്റിമീറ്റേഴ്സ് ഹൈ. ഇനി 2 ടേം, കോർ പീരീഡും കോർ ഡെപ്തും. കോർ പീരീഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇതെന്ന് പറഞ്ഞാൽ ഒരു സമയമല്ല, ആ കുറച്ച് സമയത്തേക്ക് കൊടുക്കുന്ന വെള്ളത്തിനാണ് എന്ത് പറയുന്നത് കോർ, അല്ലെങ്കിൽ ആ കുറച്ച് ഫ്യൂ സെൻറ്റിമീറ്റേഴ്സ് ഉള്ള സമയത്ത് നൽകുന്ന വെള്ളത്തിനെല്ലാം എന്ത് പറയും, കോർ വാട്ടറിങ് എന്ന് പറയും. ഇനി അത് കൊടുക്കുന്ന ആ ഒരു ടൈം പീരീഡ് ഇല്ലേ, ആ ചെറുതായിട്ട് അല്ലെങ്കിൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വെള്ളം ആവശ്യം വരുന്ന ഒരു ചെറിയ ടൈം പീരീഡ്, ആ ടൈം പീരീഡിന് ഞാൻ എന്ത് പറയും, കോർ പീരീഡ് എന്ന് പറയും. ഇതിനെ കുറച്ചുകൂടെ വൃത്തിക്ക് ചെയ്ത് ഇവിടെ കോർ പീരീഡ് ആക്കാം, കാരണം ടൈമല്ലേ നമ്മൾ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ കോർ പീരീഡ്. ഇനി ആ കൊടുത്ത വാട്ടറിങ്ങിന് കോർ വാട്ടർ. ഓക്കെ, അപ്പോൾ ആ കോർ പീരീഡും എന്താണെന്ന് കണ്ടു. കോർ പീരീഡ് എന്ന് പറഞ്ഞാൽ ആ സമയം എന്നേ ഉള്ളൂ. ദ പോർഷൻ ഓഫ് ബേസ് പീരീഡ് ഡ്യൂറിങ് വിച്ച് കോർ വാട്ടറിങ് ഈസ് ഡൺ. അപ്പോൾ ടോട്ടൽ ബേസ് പീരീഡ് ആയിരുന്നല്ലോ, അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ കോർ വാട്ടറിങ് നൽകിയ സമയത്തിനാണെന്ത് കോർ പീരീഡ് എന്ന് പറയുന്നത്. കോർ ഡെപ്ത് നമുക്ക് ഒരാളെയും കൂടെ പരിചയപ്പെട്ടിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിനകത്ത് തുടക്കമുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒരു ടേമാണ് ഡെൽറ്റ. ഇനി വരുന്ന 2 ആൾക്കാരുണ്ട്, ഡെൽറ്റയും ഡ്യൂട്ടിയും. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഡെൽറ്റ എന്ന് പറയുമ്പോൾ എന്താണ് ഡെൽറ്റ? നമ്മൾ പറഞ്ഞു ഇതിനകത്ത് ഈ ഒരു കൃഷി ചെയ്ത സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, പല ഇൻസ്റ്റൻറ്റിൽ ലാൻഡ് പ്രിപ്പറേഷന് വെള്ളം ഒഴിച്ചു, സോയിങ് ഓഫ് സീഡ് സമയത്ത് വെള്ളം ഒഴിച്ചു, പിന്നെ ചെടി വളരുന്നതനുസരിച്ച് വെള്ളം ഒഴിച്ചുകൊണ്ടേ ഇരിക്കുക. അതിനകത്ത് ഇനീഷ്യൽ ഫേസിൽ കുറേ വെള്ളം ഒഴിച്ചു, അതിന് കോർ വാട്ടറിങ് എന്ന് പറഞ്ഞു. പിന്നെയും വെള്ളം ഒഴിച്ച് എവിടെ വരെ, ലാസ്റ്റ് വാട്ടറിങ് വരെ വെള്ളം ഒഴിച്ചു. അപ്പോൾ സപ്പോസ് ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ, സപ്പോസ് ഈ നേരത്തെ വരച്ച സെയിം ധാന്യം വളരുക, ഇതാണ് ആ ചെടി വളരുന്നത്, ലാസ്റ്റ് വാട്ടറിങ്ങിൻ്റെ ഇടയിലുള്ള സമയം എന്ന് വെച്ചാൽ. ഇപ്പോൾ ഈ ചെടി ചെറുതായിട്ടിരുന്നപ്പോൾ ഞാനിവിടെ ഒരു വെള്ളം ഒഴിച്ച് കൊടുത്തു. ഞാൻ ഇവിടെ എല്ലാം പറഞ്ഞത് വെള്ളം ഒഴിച്ച് കൊടുത്തു എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ആ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ഞാനൊരു അളവ് പറയാം. സപ്പോസ് വെള്ളം ആകുമ്പോൾ ഒരു ലിക്വിഡാണല്ലോ, അപ്പോൾ അതെനിക്ക് 2 രീതിയിൽ അതിൻ്റെ ക്വാണ്ടിറ്റി റെപ്രസെൻറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ വോളിയമായിട്ട് പറയാം, അല്ലെങ്കിൽ ഡെപ്തായിട്ട് പറയാം. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഞാൻ ഡെപ്തിൻ്റെ ടേംസിൽ പറയാം. സപ്പോസ് ഈ ചെടി തുടക്കകാലത്ത് ഞാൻ ഇതിനകത്തൊരു 5 സെൻറ്റിമീറ്റർ വെള്ളം ഒഴിച്ചു ആദ്യം. അത് കഴിഞ്ഞ് അടുത്ത ദിവസം എനിക്കൊരു 10 സെൻറ്റിമീറ്റർ വെള്ളം വേണമായിരുന്നു. പിന്നീട് 5 സെൻറ്റിമീറ്റർ. പിന്നെ അങ്ങോട്ട് വളർന്നു വരുന്നതനുസരിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞത് ചെടിയുടെ വെള്ളത്തിൻ്റെ ആവശ്യകത കുറഞ്ഞു വരുന്നതായിട്ടാണ്. പിന്നീട് ഒരു സമയത്ത് 2 സെൻറ്റിമീറ്റർ വെള്ളം മതി, അടുത്തൊരു സമയത്ത് 1 സെൻറ്റിമീറ്റർ, അവസാനം വീണ്ടും 1 സെൻറ്റിമീറ്റർ. ഇതാണ് ലാസ്റ്റ് വാട്ടറിങ് ഞാൻ കൊടുത്തത്. ഇത് ഫസ്റ്റ് വാട്ടറിങ്ങിന് ഞാൻ കൊടുത്തതെന്ന് വെച്ചാൽ. അപ്പോൾ ഈ ചെടിക്ക് അതിൻ്റെ ധാന്യം വിതച്ച് അത് വളർന്ന അവസാനം വെള്ളം ഒഴിക്കുന്നവരെ ചെടിയുടെ ആവശ്യം അനുസരിച്ചാണല്ലോ നമ്മൾ വെള്ളം കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം അതിന് 5 സെൻറ്റിമീറ്റർ കൊടുക്കേണ്ടി വന്നു, പിന്നെ 10 സെൻറ്റിമീറ്റർ ആവശ്യമായിരുന്നു, 5 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത്രയും വെള്ളം ഞാൻ ഈ ചെടിയുടെ വളരുന്ന പീരീഡിൽ, അത് ക്രോപ്പ് ആയിരുന്നപ്പോൾ മുതൽ ഹാർവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ടൈം പീരീഡിൻ്റെ ഇടയ്ക്ക് ഇത്രയും വെള്ളം നമ്മൾ കൊടുത്തു. ഇനി ഈ ഒരു പർട്ടിക്കുലർ ക്രോപ്പ്, ഈ പച്ച കളറിലുള്ള ക്രോപ്പിനാണ് ഞാനിത് കൊടുത്തത്. ആ ക്രോപ്പ് അതിൻ്റെ ലൈഫ് സ്പാനിൽ, അതായത് ക്രോപ്പിൽ നിന്നും ഹാർവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ടോട്ടൽ ഉപയോഗിച്ച വെള്ളത്തിൻ്റെ അളവ് എന്ത് ചെയ്താൽ മതി, ഞാൻ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ പോരെ. 5 + 10 + 5 + 2 + 1 + 1 എത്ര വരും? 15, 20, 22, 24 സെൻറ്റിമീറ്റർ. ഇതല്ലേ ഈ ചെടി ടോട്ടൽ ഉപയോഗിച്ച ഡെപ്ത് ഓഫ് വാട്ടർ അതിൻ്റെ വളർച്ചയ്ക്കായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ബേസ് പീരീഡിൽ ഈ ക്രോപ്പ്. ബേസ് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് വാട്ടറിങ് മുതൽ ലാസ്റ്റ് വാട്ടറിങ് വരെയുള്ള ടൈം പീരീഡ്. ആ ബേസ് പീരീഡിൽ ആ ചെടിക്ക് വളരാനായിട്ട് ചെടി ഉപയോഗിച്ച ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ, അതിനാണ് എന്ത് പറയുന്നത്? ദാറ്റ് ഈസ് കോൾഡ് ഡെൽറ്റ. ഡെൽറ്റ എന്താണെന്ന് മനസ്സിലായോ? അപ്പോൾ ഞാൻ ആദ്യം ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഇനി നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ഡെൽറ്റ എന്താ? ദ ടോട്ടൽ ഡെപ്ത്, വെരി ഇമ്പോർട്ടൻറ്റ്, ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ റിക്വയർഡ് ഫോർ ദി കംപ്ലീറ്റ് ഗ്രോത്ത് ഓഫ് എ ക്രോപ്പ് ഡ്യൂറിങ് ദി എൻറ്റയർ ബേസ് പീരീഡ്. അപ്പോൾ ഒരു ക്രോപ്പ് വളരാനായിട്ട് അതിൻ്റെ ബേസ് പീരീഡ്, ഇനി നമ്മൾ ബേസ് പീരീഡും ക്രോപ്പ് പീരീഡും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഉപയോഗിക്കും. ഞാൻ പറഞ്ഞു അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കി. ഇനി രണ്ടും നമ്മൾ സിനോണിമസ് ആയിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ
ക്രോപ്പിൻ്റെ വളർച്ചയ്ക്ക് അതിൻ്റെ എൻ്റയർ ബേസ് പീരീഡിൽ ആ ചെടി എത്രമാത്രം വെള്ളം ഉപയോഗിച്ചു, അതിൻ്റെ ടോട്ടൽ ഡെപ്തിൻ്റെ ടേംസിലാണ് നമ്മൾ പറയുന്നത്. അതിനാണ് എന്ത് പറയുന്നത്? ഇറ്റ് ഈസ് കോൾഡ് ഡെൽറ്റ. യൂഷ്വലി മീറ്ററിലോ സെൻറ്റിമീറ്ററിലോ ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് മനസ്സിലായല്ലോ. ഇനി ഇതിൻ്റെ നമ്മൾ പല ക്രോപ്പുകളുടെയും ഡെൽറ്റ വാല്യൂസ് നമ്മൾ കുറേ എക്സ്പെരിമെൻറ്റിലൂടെ എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. റൈസ് 120 സെൻറ്റിമീറ്റർ, ഷുഗർ കെയിൻ 120 സെൻറ്റിമീറ്റർ, വീറ്റ് അതിൻ്റെ 1/3 40 സെൻറ്റിമീറ്റർ, കോട്ടൺ 50, ടുബാക്കോ 75. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം ഞാൻ ഈ സർക്കിൾ ഇട്ടേക്കുന്ന വെരി ഇമ്പോർട്ടൻറ്റ്. ഈ മൂന്നും എന്തായാലും അറിയണം. റൈസിന് 120 സെൻറ്റിമീറ്റർ, ഷുഗർ കെയിനും 120 സെൻറ്റിമീറ്റർ, വീറ്റിൻ്റെ അതിൻ്റെ 1/3 എന്ന് ഓർത്താൽ മതി. 1/3 ആണ്. കോട്ടൺ അതിൻ്റെ 1/2 ആണ്. 1/2 അല്ല, 2.5 ഒക്കെ വരും. ഓക്കെ, 1/3 വരുമ്പം 40 വരും. അപ്പോൾ അത് മനസ്സിലാക്കിക്കോണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തം, എന്ത് അതിൻ്റെ എൻ്റയർ ബേസ് പീരീഡ്, അതായത് അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടുന്ന സമയത്ത് അരി അല്ലെങ്കിൽ റൈസിനാണ് ഏറ്റവും കൂടുതൽ. ഓൾമോസ്റ്റ് വീറ്റിന് എത്ര വെള്ളം വേണോ അതിൻ്റെ 3 ഇരട്ടി വെള്ളം ആർക്ക് വേണം? റൈസിന് വേണം. അപ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് വെള്ളം അല്ലെങ്കിൽ റൈസ് കൾട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യകത എന്തായിരിക്കും? വീറ്റ് കൾട്ടിവേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള വെള്ളത്തിൻ്റെ 3 ടൈംസോളം ആവശ്യമായിട്ട് വരും. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റണം ഇതിൽ നിന്ന്. അപ്പോൾ ഈ ടേബിൾ ഓർക്കണം. ചില ചോട്ടാമോട്ട എക്സാംസിനൊക്കെ ഡയറക്റ്റ് ഈ ഒരു വാല്യൂസ് തന്നെ ചോദിക്കാറുണ്ട്. പിന്നെ ഈ പറയുന്ന ഒരു റിലേഷൻ റൈസും വീറ്റും 1/3. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ വേണം. ചില സമയത്ത് അത് ഉപകാരപ്രദമാവും. മാത്രമല്ല ഡെൽറ്റയുടെ യൂണിറ്റ് സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഡെൽറ്റ കണ്ടു. അപ്പോൾ ഇതെവിടാ? എൻ്റയർ ബേസ് പീരീഡിൽ ഞാൻ കൊടുത്ത വെള്ളത്തിൻ്റെ അളവല്ലേ. ഇനി നമുക്ക് നേരത്തെ ഒരാളെ സ്കിപ്പ് ചെയ്തു പോയി, കോർ ഡെപ്ത്. അതെന്ത്? മറ്റേത് എന്താണ്? ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ടോട്ടൽ കൊടുത്ത ഡെപ്താണ്. ഇനി കോർ ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഈ കോർ പീരീഡില്ലേ, ഈ കോർ പീരീഡിലും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പീരീഡിലല്ല ഞാൻ ഏറ്റവും കൂടുതൽ വെള്ളം കൊടുത്തത് ചെടിക്ക് ആവശ്യമായിട്ട്. അപ്പോൾ ഈ കോർ പീരീഡിൽ കൊടുത്ത വെള്ളത്തിൻ്റെ അളവും 2 + 5 + 8+, ആ കോർ പീരീഡിൽ മാത്രം ഞാൻ കൊടുത്ത വെള്ളത്തിൻ്റെ അളവ് എനിക്ക് കൂട്ടിയെടുക്കാമല്ലോ. ആ കൂട്ടിയെടുക്കുന്ന അളവ്, അതിനാണ് എന്ത് പറയുന്നത്? ഇറ്റ് ഈസ് കോൾഡ് കോർ ഡെപ്ത്. അപ്പോൾ ഞാൻ കാണിക്കുകയാണെങ്കിൽ ഇവിടെ ചെറിയൊരു ബോക്സ് പോലെ കാണിക്കാം. ഈ ബ്ലൂ കളറ് അവിടെ സ്പേസ് ഇല്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല. അപ്പോൾ കോർ ഡെപ്ത് ഡെൽറ്റ നിങ്ങൾ മനസ്സിലാക്കുക. എൻ്റയർ ബേസ് പീരീഡിലുള്ള ഈ എൻ്റയർ ബേസ് പീരീഡിൽ ഞാൻ കൊടുത്ത വെള്ളത്തിൻ്റെ അളവ്, ഇതെല്ലാം കൂടെ കൂട്ടിയെടുക്കുന്നതാണെന്ത്? ഡെൽറ്റ. ഇനി ആ ഡെൽറ്റയ്ക്കകത്തെ കോർ പീരീഡിൽ മാത്രം കൊടുത്ത വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയെടുത്താൽ എനിക്ക് എന്ത് കിട്ടും? ഇറ്റ് ഈസ് കോൾഡ് കോർ ഡെപ്ത്. അപ്പോൾ കോർ ഡെപ്ത് നോക്കിക്കോ നിങ്ങൾ. ദ ഡെപ്ത് ഓഫ് വാട്ടർ റിക്വയർഡ് ഡ്യൂറിങ് കോർ പീരീഡ് അല്ലെങ്കിൽ കോർ വാട്ടറിങ് നൽകിയ സമയത്തുള്ള വെള്ളത്തിനെ മാത്രം കൂട്ടിയെടുത്താൽ കിട്ടുന്ന സാധനമാണ് എന്ത്? കോർ ഡെപ്ത്. അപ്പോൾ അത് വാല്യൂസ് ഇത് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിക്കോ. വാല്യൂസ് റൈസിന് 19, വീറ്റിന് 13.5, ഷുഗർ കെയിന് 16.5. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ നേരത്തെ പഠിച്ചപ്പം റൈസിനും ഷുഗർ കെയിനും ഡെൽറ്റ വാല്യൂ സെയിമാണ്, 120 സെൻറ്റിമീറ്റർ. പക്ഷേ കോർ ഡെപ്ത് ആർക്കാണ് കൂടുതൽ? റൈസിന് നോക്കി 19 സെൻറ്റിമീറ്റർ വെള്ളം വേണം. ആ ഇനിഷ്യൽ ചെടി ഫ്യൂ സെൻറ്റിമീറ്റേഴ്സ് ഉള്ള സമയത്ത് 19 സെൻറ്റിമീറ്റർ ഒരു ചെറിയ കാലയളവിൽ വേണം. ഷുഗർ കെയിൻ അതൊരു 16.5 മതി. അപ്പോൾ ഈ വാല്യൂസ് അധികം ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കുക, കാരണം വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതും മനസ്സിലായി. നെക്സ്റ്റ് ടേം ഡ്യൂട്ടി, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഡ്യൂട്ടി എന്താണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ജസ്റ്റ് ഡെഫിനിഷൻ ഒന്ന് വായിക്കാം. ഡ്യൂട്ടി ഈസ് ഡിഫൈൻഡ് ആസ് ദ ഏരിയ ഓഫ് ലാൻഡ് ഇൻ ഹെക്ടേഴ്സ് that can be irrigated by 1 cubic of water supplied continuously for an entire base period of the crop. എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ ജസ്റ്റ് വായിച്ചു. ഇനി ഞാൻ ഡ്യൂട്ടിയെ പറ്റി പറയുന്നതിന് മുമ്പേ ചെറിയൊരു ഡയഗ്രാം വരയ്ക്കാം. ഇതാണ് എൻ്റെ ഫീൽഡെന്ന് വെച്ചോ, ഞാൻ ഇറിഗേഷൻ നൽകേണ്ട ഫീൽഡ്. ഇറിഗേഷൻ നൽകണമെങ്കിൽ ഇത് എവിടെ നിന്നെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് വെള്ളം എടുക്കുന്നുണ്ടാകുമല്ലോ. അത് സേ ഈ ഒരു റിവറാണെന്ന് വെച്ചോ. റിവറിൽ നിന്ന് വെള്ളം എടുക്കാൻ ആദ്യം ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ ഒരു എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ക്രിയേറ്റ് ചെയ്യണം. അതൊക്കെ നമ്മൾ വരും ചാപ്റ്റേഴ്സിൽ പഠിക്കും. അത് ഡാം അല്ലെങ്കിൽ വിയർ എന്തെങ്കിലും ആവാം.
ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഒബ്സ്ട്രക്ഷൻ വെക്കുമ്പോൾ എന്ത് പറ്റും? വെള്ളം എല്ലാം കൂടെ ഇവിടെ കെട്ടി വയ്ക്കും. അങ്ങനെ കെട്ടി നിൽക്കുകയാണെങ്കിൽ അവിടെ നിന്ന് എനിക്ക് എന്ത് ചെയ്യാം? വെള്ളം ഡൈവേർട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഡൈവേർട്ട് ചെയ്യാൻ എടുക്കുന്ന സാധനത്തിൻ്റെ പേരാണ് കനാലെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു മെയിൻ കനാൽ, തൊട്ടടുത്ത് ബ്രാഞ്ച് കനാൽ, മേജർ ഡിസ്ട്രിബ്യൂട്ടറി, മൈനർ ഡിസ്ട്രിബ്യൂട്ടറി, വാട്ടർ കോഴ്സ്. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനിയും കാണും. എനിക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പേര് വരുന്നത്. മെയിൻ കനാലാണിത്. ജസ്റ്റ് പേരെന്നേ ഉള്ളൂ. റിവറിനോട് അടുത്തിരിക്കുന്നതാണ് മെയിൻ കനാൽ. അടുത്തത് എന്താ? തൊട്ടടുത്തത് ടൈപ്പ് ബ്രാഞ്ച് കനാൽ. അത് കഴിഞ്ഞിട്ട് മേജർ ഡിസ്ട്രിബ്യൂട്ടറി, അത് കഴിഞ്ഞിട്ട് മൈനർ ഡിസ്ട്രിബ്യൂട്ടറി, അത് കഴിഞ്ഞിട്ട് വാട്ടർ കോഴ്സ്, അത് കഴിഞ്ഞിട്ടാണ് ഫീൽഡിലെത്തുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരാളൂടെ ഉണ്ട്, കനാൽ ഹെഡ് വർക്ക് എന്ന് പറയും. അതെന്ന് പറഞ്ഞാൽ ഈ റിവറിൽ നിന്ന് വരുന്ന വെള്ളത്തിനകത്ത് സിൽട്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തടയാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം പിന്നെ. ഓക്കെ, അപ്പോൾ വെള്ളത്തിൻ്റെ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്ത്? റിവറിൽ നിന്ന് മെയിൻ കനാലിൽ കയറി, ബ്രാഞ്ച് കനാലിൽ കയറി, മേജർ ഡിസ്ട്രിബ്യൂട്ടറി, മൈനർ ഡിസ്ട്രിബ്യൂട്ടറി, വാട്ടർ കോഴ്സ് വഴി ഫീൽഡിലെത്തും. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫീൽഡിലാണ് ആരുള്ളത്? ക്രോപ്പ് ഉള്ളത്. നമുക്ക് വളരേണ്ട ക്രോപ്പ് ഫീൽഡിലാണ് നമ്മൾ നട്ടേക്കുന്നത്. ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ 1 ക്യുമക്ക് വെള്ളം കൊടുത്താൽ എത്ര ഏരിയ ഓഫ് ലാൻഡ് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും? അത് 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് വെള്ളം നൽകിയാൽ എത്ര ഏരിയ എനിക്ക് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും? ഏരിയ ഏത് യൂണിറ്റിലാണ് തരുന്നത്? അത് വെരി ഇമ്പോർട്ടൻറ്റ്, ഹെക്ടേഴ്സിലാണ് തരുന്നത്. എത്ര ഏരിയ ഓഫ് ലാൻഡ് ഇൻ ഹെക്ടേഴ്സ് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും 1 ക്യുമക്ക് അല്ലെങ്കിൽ 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് വെള്ളം നൽകിയാൽ? അതിനാണ് എന്ത് പറയുന്നത്? ഇറ്റ് ഈസ് കോൾഡ് ഡ്യൂട്ടി. ഓക്കെ, ഇത്രയാണ് യൂഷ്വലി എല്ലാവരും പറയുന്ന ഡെഫിനിഷൻ. പക്ഷേ ഇതിനകത്ത് അത്രയും മതി. പക്ഷേ ഇപ്പം പല എക്സാംസിനും ഇതിൻ്റെ ബാക്കി ഡെഫിനിഷൻ്റെ സെക്കൻഡ് പാർട്ടിൽ കിടക്കുന്ന ആളെ ബേസ് ചെയ്തും ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് പോകാം. ഓക്കെ, കാര്യം ഇത്രയും തന്നെ ഉള്ളൂ. എന്താ? 1 ക്യുമക്ക് വെള്ളം കൊടുത്താൽ എത്ര ഏരിയ ഇൻ ഹെക്ടർ ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും? അത് തന്നെ ഉള്ളൂ. പക്ഷേ സെക്കൻഡ് പാർട്ടിൽ പറയുന്നതും കൂടെ നമുക്ക് നോക്കാം. അതായത് ഇത് 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് വെള്ളം നൽകിയാലെന്ന് പറയുമ്പോൾ അതിനകത്തൊരു പ്രശ്നം, അത് എത്ര സമയത്തേക്ക് നൽകുന്നു എന്നൊന്നും നമ്മൾ പറയുന്നില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ ഫീൽഡിലൊരു ക്രോപ്പ് നമ്മൾ നട്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, വാട്ടവർ. ഒരു ക്രോപ്പ് ഉണ്ടെങ്കിൽ എക്സ് എന്ന് ആണ് ഇതിൻ്റെ പേരെന്ന് വെച്ചോ. ഒരു ക്രോപ്പ് എന്ന് പറയുമ്പോൾ തന്നെ 2 കാര്യം ഫിക്സായി. ഇപ്പോൾ ഇത് റൈസ് ആണെന്ന് വെച്ചോ. അപ്പോൾ റൈസിന് ഒരു ബേസ് പീരീഡ് ഉണ്ട്. അതായത് എത്ര പൂർണ്ണ വളർച്ച എത്താൻ എത്ര സമയം വേണം. യൂഷ്വലി റൈസിൻ്റെ കേസിൽ 3 മുതൽ 4 മാസമാണ്. അതുപോലെ തന്നെ റൈസിന് എന്തുകൊണ്ട് ഒരു ഡെൽറ്റയുണ്ട്. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്ത്? അതിന് മൊത്തം അതിൻ്റെ ബേസ് പീരീഡിൽ ആവശ്യമായ വെള്ളത്തിൻ്റെ അളവ് അത് നമുക്കറിയാം 120 സെൻറ്റിമീറ്റർ. അപ്പോൾ ഏത് ക്രോപ്പായാലും ബേസ് പീരീഡും ഡെൽറ്റയും അതിന് ഓരോ ക്രോപ്പിനും ഫിക്സ് ആണല്ലോ, അത് ഫിക്സാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് വെള്ളം, ഇപ്പോൾ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കല്ലേ. അത് 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് വെള്ളം ജസ്റ്റ് അങ്ങോട്ട് കൊടുക്കുന്നു, ആ സെക്കൻഡിൽ എത്ര ഏരിയ ഇറിഗേറ്റ് ചെയ്യാം, അതല്ല ഡ്യൂട്ടി. ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് വെള്ളം നിങ്ങൾ കൊടുക്കുന്നു, അത് ശരി. എത്ര നാളത്തേക്ക്? ഇറ്റ് ഈസ് സപ്ലൈഡ് കണ്ടിന്യൂസ്ലി ഫോർ ദി എൻറ്റയർ ബേസ് പീരീഡ്. അപ്പോൾ ഈ ഫീൽഡിൽ നട്ടേക്കുന്ന ഏത് ക്രോപ്പാണോ അത് പൂർണ്ണ വളർച്ചയെടുക്കാൻ എടുക്കുന്ന ബേസ് പീരീഡ് ഉണ്ടല്ലോ, ആ ബേസ് പീരീഡ് സമയത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന റേറ്റിൽ ഞാൻ വെള്ളം സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ എൻറ്റയർ ബേസ് പീരീഡിൽ അങ്ങനെ വെള്ളം സപ്ലൈ ചെയ്താൽ ആ എൻറ്റയർ ബേസ് പീരീഡിൽ എനിക്ക് എത്ര ഏരിയ ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കി തരുന്ന ആളാണ് എന്ത്? ഡ്യൂട്ടി. അവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങൾ ഈ 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന രീതിയിൽ ബേസ് പീരീഡ് കൊടുക്കുമ്പം എത്ര ഏരിയ ഇറിഗേറ്റ് ചെയ്യാം എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിൽ വേണം. ഡെൽറ്റ എത്ര വരണം, അല്ലെങ്കിൽ ഡെപ്ത് എത്ര കാണണം, ആ ചെടിക്ക് എത്രയാണോ ആവശ്യം അത്രയും ഡെൽറ്റ കാണണം. ഇത് ചിലപ്പം കൺഫ്യൂഷനായി കാണാം. അത് നമുക്ക് ഒരു ഫിഗറോടെ വരച്ചിട്ട് മനസ്സിലാക്കി തരാം. ഇതാണ് എൻ്റെ ഫീൽഡെന്ന് വെച്ചോ. കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഫിഗർ വരയ്ക്കുന്നത്. കാരണം സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇതിനെ ബേസ് ചെയ്ത് വരുന്നുണ്ട്. ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ റൂട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്
എന്ന രീതിയിൽ വെള്ളം എങ്ങോട്ട് ഫീൽഡിൽ കൊടുത്തുകൊണ്ടിരിക്കുക. എത്ര നാൾ? ഒരു ബേസ് പീരീഡ് ഫുൾ കൊടുത്തു. അങ്ങനെ ബേസ് പീരീഡ് ഫുൾ കൊടുക്കുമ്പോൾ ഈ മണ്ണിൽ വന്നിട്ട് ഗ്രൗണ്ടിൽ എന്ത് പോകുന്നുണ്ട്? വെള്ളം മണ്ണിനടിയിലേക്ക് കയറുന്നുണ്ട്. അന്നേരം ഈ ചെടിക്ക് ആവശ്യമായ ഒരു ഡെൽറ്റ ഇല്ലേ, ഇപ്പോൾ ഇതൊരു റൈസായിട്ട് എടുക്കുകയാണെങ്കിൽ ഡെൽറ്റ എത്ര വരേണ്ടത്? 120 സെൻറ്റിമീറ്റർ. അതായത് 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഇത് അരി എന്ന് പറഞ്ഞാൽ തന്നെ എടുക്കാം, നമുക്ക് റൈസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന രീതിയിൽ 3 മാസത്തേക്ക് ഞാൻ വെള്ളം കൊടുക്കുകയാണെങ്കിൽ ആ എത്ര ഏരിയയിൽ എനിക്ക് 120 സെൻറ്റിമീറ്റർ വെള്ളം എൻഷുർ ചെയ്യാൻ പറ്റും എന്ന് സൂചിപ്പിക്കുന്ന സാധനമാണെന്തോ? ഡ്യൂട്ടി. ഇപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയാം. 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ഡിസ്ചാർജ് എന്ന രീതിയിൽ എൻ്റയർ ബേസ് പീരീഡ് ഞാൻ വെള്ളം കൊടുത്താൽ എനിക്ക് എത്ര ഏരിയയിൽ ആ വളരുന്ന ചെടിക്ക് ആവശ്യമായ ഡെൽറ്റ വെള്ളം എൻഷുർ ചെയ്യാൻ കഴിയും എന്ന് സൂചിപ്പിക്കുന്ന സാധനമാണെന്താ? ഡ്യൂട്ടി. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവേണ്ടതാ. ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ റീവൈൻഡ് ചെയ്ത് കേട്ടാൽ മതിയാവും. ഓക്കെ, ഇതാണ് ആക്ച്വലി ഡ്യൂട്ടി. അപ്പം നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ മനസ്സിലായി. എന്തിനാണ് ഞാൻ അപ്പം ഇത് പഠിക്കുന്നത് നിങ്ങൾക്ക് വരും മനസ്സിലാവും. കാരണം എന്താ? കാരണം ഒരു ചെടി വളരണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള എമൗണ്ട് ഓഫ് വെള്ളം ഡെൽറ്റയാണ്. ആ വെള്ളം എനിക്ക് എൻഷുർ ചെയ്തില്ലെങ്കിൽ ചെടി പ്രോപ്പറായിട്ട് വളരുമോ? ഇല്ല. അതുകൊണ്ട് എനിക്ക് എന്ത് മനസ്സിലാക്കി തരുന്നു ഡ്യൂട്ടി? അതായത് ഡ്യൂട്ടി നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ ഒരു ഫീൽഡിൽ ഉള്ള ഇറിഗേഷൻ കപ്പാസിറ്റി, ഈ ക്രോപ്പ് എത്രമാത്രം ഏരിയയിൽ എനിക്ക് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നതിൻ്റെ അർത്ഥം എന്തോ? എനിക്ക് മാക്സിമം എത്ര കപ്പാസിറ്റിയാണ് എനിക്ക് ഇറിഗേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ എത്ര ഏരിയ എനിക്ക് കൾട്ടിവേറ്റ് ചെയ്ത് അതിൽ നിന്ന് പ്രോഡക്റ്റ് ഉണ്ടാക്കാം എന്നല്ലേ മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഇത് ഇൻഡയറക്റ്റ്ലി എന്താ നമുക്ക് മനസ്സിലാക്കി തരുന്നത്? എൻ്റെ ഇറിഗേഷൻ്റെ ഉള്ള കപ്പാസിറ്റി മനസ്സിലാക്കി തരും. സോ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഇറിഗേഷൻ കപ്പാസിറ്റി. അപ്പോൾ എൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ഹെക്ടർ പെർ ക്യുമക്ക്. കാരണം നമ്മൾ പറഞ്ഞു എത്ര ഏരിയ ഇൻ ഹെക്ടർ 1 ക്യുമക്കിന് ഇറിഗേറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. സോ യൂണിറ്റ് ഈസ് ഹെക്ടർ പെർ ക്യുമക്ക്. അപ്പോൾ ഇതോടെ ഡ്യൂട്ടി ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഡ്യൂട്ടി ക്ലിയറായി. നെക്സ്റ്റ് ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഡ്യൂട്ടി. ഇപ്പോൾ നമ്മൾ ഡ്യൂട്ടി എന്ന് പറഞ്ഞപ്പോൾ 1 ക്യുമക്ക് ഓഫ് വെള്ളം കൊടുക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഡ്യൂട്ടി ശരിക്കും ഏത് സ്ഥലം വെച്ച് വേണമെങ്കിലും മെഷർ ചെയ്യാം. അതായത് എനിക്ക് വേണമെങ്കിൽ ഇവിടെ 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന രീതിയിൽ വെള്ളം കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് വെള്ളം കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് വെള്ളം കൊടുക്കാം. അതായത് എവിടെ വെള്ളം കൊടുക്കുന്നോ അവിടെ വെച്ചിട്ട് ഡ്യൂട്ടി കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്നുകൂടെ പറയാം. അതായത് ഞാൻ ഈ റിവറിൻ്റെ അല്ലെങ്കിൽ കനാലിൻ്റെ ഹെഡ് കനാൽ തുടങ്ങിയ പോയിന്റിന് ഞാൻ 1 എന്ന് മാർക്ക് ചെയ്യുക. ഇതൊരു പോയിന്റ് 1. ഈ ഫീൽഡിലുള്ള ഈ ഒരു പോയിന്റ് ഞാൻ പോയിന്റ് 2 നൽകും. നിങ്ങൾ ലോജിക്കായിട്ടൊന്ന് ആലോചിക്കുക. ഈ പോയിന്റ് 1-ൽ ഞാൻ 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് വെള്ളം കൊടുത്താൽ, അല്ലെങ്കിൽ അവിടെ നിന്നാണ് ഞാൻ 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് വെള്ളം. ഇനി ബാക്കി കഥയൊക്കെ എപ്പോഴും ഉണ്ട്. ബേസ് പീരീഡ് കൊടുത്തു, ഡെൽറ്റ എൻഷുർ ചെയ്യണമെന്നൊക്കെ ഉള്ളത്, അതൊന്നും ഇനി നമ്മൾ പറയുന്നില്ല. 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ഞാൻ കനാലിൻ്റെ ഹെഡിൽ പോയിന്റ് 1-ൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതുവഴി ഒഴുകി 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 ഫീൽഡിൽ വരുമ്പോൾ ഇത് 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് കാണുമോ? ഒബ്വിയസ്ലി കാണത്തില്ല. കാരണം ഏത് വഴി ഒഴുകി വരുന്നത്? കനാലിൽ കൂടെ ഒഴുകി വരുമ്പോൾ കുറേ ലോസ് ഉണ്ടാവും. ഇവാപ്പറേറ്റ് ചെയ്ത് കുറേ വെള്ളം പോകും, മണ്ണിൽ അടിയിലേക്ക് സീപ്പേജ് ചെയ്ത് പോകും. അപ്പോൾ ഇവിടെ 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് വെള്ളം കൊടുത്താൽ കനാലിൽ വരുമ്പോൾ ഉറപ്പായിട്ടും 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണെന്ന് ഞാൻ റാൻഡമായിട്ട് ഒരു 5.5 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് വെള്ളം വരുന്നതെന്ന് വെച്ചോ. അപ്പോൾ ബാക്കി 0.5 എവിടെ പോയി? ഇതിൻ്റെ ഇടയിൽ ഒഴുകി വരുന്നതിൻ്റെ ഇടയ്ക്ക് നഷ്ടപ്പെട്ടു പോയി. അത് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്, ലോജിക്കലി കോമൺ സെൻസാണ്. അത് കമ്പയർ ചെയ്യുക നമ്മൾ പോയിന്റ് 2-ൽ. ഞാൻ പോയിന്റ് 2-ൽ 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് വെള്ളം കൊടുത്തു. ഞാൻ പോയിന്റ് 2-ൽ 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് വെള്ളം കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഫീൽഡിൽ എത്ര കിട്ടും? ഒന്ന് ആലോചിച്ചേ, എത്ര വരും? ഇതെവിടെ കൊടുത്തേക്കുന്നത്? ഫീൽഡിൻ്റെ തുടക്കം തന്നെ, ഫീൽഡിൻ്റെ തുടക്കം കൊടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫീൽഡിൽ എത്ര തന്നെ കിട്ടും?
ഓൾമോസ്റ്റ് ഫീൽഡിൽ ഈ പറയുന്ന 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് തന്നെ കിട്ടും. മൈനർ ലോസ് കാണും, അത് ഞാൻ നെഗ്ലക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ അതും എടുത്തോ, നിങ്ങൾ ചെറിയ ലോസ് ഉണ്ടെന്ന് തന്നെ ധരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഒരു 0.9 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് കിട്ടുമല്ലോ. അപ്പോൾ ഫീൽഡിൽ ഈ 0.1 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് കൊടുത്തപ്പോൾ ഫീൽഡിൽ എത്രയാണ് വന്നത്? 0.5. 0.2 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് കൊടുത്തപ്പോൾ ഫീൽഡിൽ വന്നത് എത്ര? 0.9. അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾ ആലോചിച്ച് ഇതിനകത്ത് 0.1 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് കൊടുത്താലാണോ 0.2 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് കൊടുത്താലാണോ കൂടുതൽ ഏരിയ ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, കൂടുതൽ വെള്ളം ഫീൽഡിൽ വന്നാൽ കൂടുതൽ ഏരിയ ഇറിഗേറ്റ് ചെയ്യാം അല്ലേ? കാരണം വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ ഇൻറ്റു ലെങ്ത് അല്ലെങ്കിൽ ഏരിയ ഇൻറ്റു ഡെപ്താ. അപ്പോൾ ഡെപ്ത് കോൺസ്റ്റൻ്റാണ്, എന്തോ ഡെൽറ്റയാണ്. ഡെപ്ത് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ വോളിയം കൂടിയാൽ ഒബ്വിയസ്ലി ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയയും കൂടും. അപ്പോൾ ഏതായിരിക്കും? 0.1 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് കൊടുത്താൽ എനിക്ക് ഫീൽഡിൽ ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയയുടെ അളവ് എന്തായിരിക്കും? കുറവായിരിക്കും. കാരണം 0.5 എമൗണ്ട് ഓഫ് വെള്ളം എത്തിയിട്ടുള്ളൂ ഫീൽഡിൽ. അതേസമയം 0.2 ഞാൻ 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് കൊടുത്താൽ എനിക്ക് ഫീൽഡിൽ ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയയുടെ എമൗണ്ട് കൂടുതലാണ്. കാരണം ഫീൽഡിൽ എത്ര കിട്ടി? 0.9. ഈ പറഞ്ഞ സാധനത്തിന് അതുകൊണ്ട് എനിക്ക് എന്ത് പറയാം? ഡ്യൂട്ടി, ഈ കേസിൽ ഡ്യൂട്ടി ഓഫ് 0.1 ഈസ് ലെസ് ദാൻ ഡ്യൂട്ടി ഓഫ് 0.2. ശരിയല്ലേ? അപ്പോൾ 0.2 ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താ? 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് വെള്ളം കൊടുത്താൽ എത്ര ഏരിയ എനിക്ക് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും? അപ്പോൾ 0.2 ഞാൻ 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് കൊടുക്കുമ്പോൾ ഫീൽഡിൽ എനിക്ക് 0.9 കിട്ടി. അപ്പോൾ ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയയുടെ എമൗണ്ട് കൂടുതലാണ്. അപ്പോൾ ഒബ്വിയസ്ലി ഡ്യൂട്ടി ഓഫ് 0.2 കൂടുതലാണ് കമ്പയർഡ് ടു ഡ്യൂട്ടി ഓഫ് 0.1 അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം ഇതിൽ നിന്ന്? ഇത് ഞാനിപ്പം 2 എക്സ്ട്രീം പോയിൻ്റ് എടുത്തത്, ഈ പോയിൻറ്റും ഈ പോയിൻറ്റും. ഇനി ഇതും മെയിൻ കനാലിൻ്റെ അടുത്ത്. ഇനി ബ്രാഞ്ച് കനാലിൻ്റെ എടുക്കുമ്പോൾ ശ്രദ്ധിച്ച്, ഇവിടെ 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് വെള്ളം കൊടുത്താൽ ഇത് ഒഴുകി ഇവിടെ എത്തുമ്പോൾ എന്ത് പറ്റും? അവിടെയും ലോസ് ഉണ്ടാവും. പക്ഷേ ഫസ്റ്റ് പോയിൻറ്റിനെ അപേക്ഷിച്ച് ലോസ് എന്തായിരിക്കും? കുറവാണ്. കാരണം ഈ ദൂരം ഇതിന് സഞ്ചരിക്കേണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ബ്രാഞ്ച് കനാലിനുള്ള ഡ്യൂട്ടി എന്തായിരിക്കും? കൂടുതലായിരിക്കും. കാരണം കുറച്ചുകൂടെ ലോസ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ഏരിയ ഇറിഗേറ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ആസ് വി മൂവ് ഫ്രം റിവർ അല്ലെങ്കിൽ കനാൽ ഹെഡ് ടുവേർഡ്സ് ഫീൽഡ്, കനാൽ ഹെഡിൽ നിന്നും ഫീൽഡിലേക്ക് വരുമ്പോൾ ഡ്യൂട്ടി എന്ത് വരുന്നു? ഇൻക്രീസസ്. ഡ്യൂട്ടി ഇൻക്രീസസ്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം? ഇത്രയും പഠിച്ചതിൽ നിന്നും ഡ്യൂട്ടി ഓഫ് റിവർ കുറവ്, അങ്ങോട്ട് വരുമ്പോൾ ഡ്യൂട്ടി കൂടും. റിവർ, മെയിൻ കനാൽ, അടുത്ത ഡ്യൂട്ടി ഓഫ് ബ്രാഞ്ച് കനാൽ, പിന്നെന്തായിരുന്നു അടുത്ത ഡ്യൂട്ടി ഓഫ് മേജർ ഡിസ്ട്രിബ്യൂട്ടറി, അടുത്ത ഡ്യൂട്ടി ഓഫ് മൈനർ ഡിസ്ട്രിബ്യൂട്ടറി, അടുത്ത ഡ്യൂട്ടി ഓഫ് വാട്ടർ കോഴ്സ്, അടുത്ത ഡ്യൂട്ടി ഓഫ് ഫീൽഡ്. നമ്മൾ എഴുതിയ സാധനം, ഈ പറഞ്ഞ സാധനം ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ ഡ്യൂട്ടി നിങ്ങൾ മനസ്സിലാക്കുക. റിവർ കനാൽ ഹെഡ് മുതൽ ഫീൽഡിലേക്ക് വരുന്നതനുസരിച്ച് എന്താ? ഡ്യൂട്ടി കൂടുന്നു. അത് പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. ആസ് എ ഡിസ്റ്റൻസ് ഓഫ് ദി കനാൽ ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൽ നിന്നും ഉള്ള ഡിസ്റ്റൻസ്, സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞു കനാൽ ഹെഡ് വർക്ക്, അവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് എന്ത്? ഡ്യൂട്ടി ഓൾസോ ഇൻക്രീസസ്. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് മനസ്സിലായി. എന്താ? ആസ് ലോസസ് ഇൻക്രീസസ്. ഇത് ഒരു കീ പോയിൻ്റ്. ആസ് ലോസസ് ഇൻക്രീസസ്. ലോസ് കൂടുന്നതനുസരിച്ച് ഡ്യൂട്ടി എന്ത് ചെയ്യും? ഡിക്രീസസ്. കാരണം അതല്ലേ സംഭവിക്കുന്നത്. സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് എന്താണ് സംഭവിക്കുന്നത്? ലോസ് കുറയുക. ലോസ് കുറഞ്ഞാൽ എന്ത് കിട്ടും? ഡ്യൂട്ടി കൂടും. അത് ഞാൻ തിരിച്ചെഴുതുന്നേ ഉള്ളൂ. ലോസ് കൂടുന്നതനുസരിച്ച് ഡ്യൂട്ടി എന്ത് ചെയ്യും? കുറയും. ഓക്കെ.
ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഡ്യൂട്ടി പല സ്ഥലത്തും കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പല പേരുകൾ, ഇത് ചോട്ടാമോട്ടോ എക്സാംസിന് ഡയറക്റ്റ് ചോദിക്കാറുണ്ട്. മെയിൻ കനാലിൽ നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ മെഷർ ചെയ്യുന്ന ഡ്യൂട്ടിക്ക് പറയുന്നത് ഗ്രോസ് ഡ്യൂട്ടി എന്ന. ഈ പേരെല്ലാം നിങ്ങൾക്ക് അറിയണം, കാരണം ഇപ്പോൾ പല എക്സാമിനും 1 മാർക്കിന് ചോദിക്കാറുണ്ട്. മെയിൻ കനാലിൻ്റെ ഡ്യൂട്ടി അളക്കുന്ന ഡ്യൂട്ടിക്ക് പറയുന്നത് ഗ്രോസ് ഡ്യൂട്ടി എന്ന്. ബ്രാഞ്ച് കനാലിന് അളക്കുന്ന ഡ്യൂട്ടിക്ക് ലാറ്ററൽ ഡ്യൂട്ടി എന്ന് പറയും. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അധികം ആൾക്കാർ അധികം ശ്രദ്ധിക്കാതെ പോകുന്നത്, എന്നാൽ എക്സാമിന് ഇപ്പോൾ ചോദിച്ച് കാണുന്നത്, ഡ്യൂട്ടി മെഷേർഡ് ഫ്രം പോയിൻ്റ് ഓഫ് ഔട്ട്ലെറ്റ്. ഈ പോയിൻ്റ് ഓഫ് ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വാട്ടർ കോഴ്സ് എന്ന് പറഞ്ഞൊരു സാധനം പഠിച്ചല്ലോ, അതായത് ഫീൽഡിലേക്ക് ചെന്ന് കയറുന്ന ഈ ഒരു പോയിൻ്റ് 2 എന്നൊക്കെ ഞാൻ മാർക്ക് ചെയ്തിട്ടില്ലേ. വാട്ടർ കോഴ്സിൻ്റെ എൻഡ് പോർഷനാണ് ശരിക്കും ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ പഠിക്കും ഔട്ട്ലെറ്റ് എന്താണെന്നൊക്കെ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ പോയിൻ്റ് 2 എന്ന് ഞാൻ ഇട്ടേക്കുന്നത്, അതായത് വാട്ടർ കോഴ്സിൻ്റെ എൻഡാണെന്തോ ശരിക്കും ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഔട്ട്ലെറ്റിൽ മെഷർ ചെയ്യുന്ന ഡ്യൂട്ടിക്ക്, അത് ഒബ്വിയസ്ലി നമുക്കറിയാം എല്ലാ ഡ്യൂട്ടിയേക്കാൾ എന്തായിരിക്കും, വലിയ വാല്യൂ ആയിരിക്കും. അതുകൊണ്ട് അതിൻ്റെ പേരിന് സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതിൻ്റെ പേര് ഔട്ട്ലെറ്റ് ഡിസ്ചാർജ് ഫാക്ടർ. ഔട്ട്ലെറ്റ് ഡിസ്ചാർജ് ഫാക്ടർ. ഇനി വിയർ എന്ന് പറഞ്ഞാൽ എവിടെ, നമ്മൾ ആ കനാല് വരച്ചപ്പോൾ ഇതിൻ്റെ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞില്ലേ, അവിടെ ഞാൻ മെഷർ ചെയ്യുവാണെങ്കിൽ, അവിടെ വിയർ ആണെങ്കിൽ എന്തുവാ, വിയർ വേണോ ഡാം വേണമെങ്കിലോ, വിയർ ആണെങ്കിൽ അവിടെ വെച്ച് ഞാൻ മെഷർ ചെയ്യുന്ന ഡ്യൂട്ടിക്ക് പറയുന്ന പേര് ഫ്ലോ ഡ്യൂട്ടി. വെരി ഇമ്പോർട്ടൻറ്റ്. ഇതധികം ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ എഴുതാൻ പോകുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കോമ്പീറ്റ് ചെയ്യുന്നവരെ നമുക്ക് എന്ത് ചെയ്യണം, മറികടക്കാൻ പറ്റണം. അപ്പോൾ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആദ്യമായിട്ട് വരുമ്പോഴേ അപ്പോഴേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. നെക്സ്റ്റ്, ഡാം ആയിരുന്നെങ്കിൽ, അവിടെയൊക്കെ ഡാം ആണെങ്കിൽ അവിടെ മെഷർ ചെയ്യുന്ന ഡ്യൂട്ടിക്ക് പറയുന്ന പേര് സ്റ്റോറേജ് ഡ്യൂട്ടി. ഇതും അറിഞ്ഞിരിക്കുക. അപ്പോൾ അത് ജസ്റ്റ് പേരെന്നേ ഉള്ളൂ, നമ്മൾ കാര്യങ്ങൾ പഠിച്ച ഇതൊക്കെ തന്നെ, അതിൻ്റെ പേര് പ്രത്യേക പേരിടുന്നു, വിട്ട് വിളിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതാകുമ്പോൾ എന്തായി, നമ്മുടെ ഡ്യൂട്ടി, ഇമ്പോർട്ടൻ്റ് ടേമായ ഡ്യൂട്ടിയും കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു, ഹെക്ടർ പെർ ക്യുമക്ക്. ഇനി ഒരു കാര്യം കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ പറയാം. ഡ്യൂട്ടി ഹെക്ടർ പെർ ക്യുമക്കാണല്ലോ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഡ്യൂട്ടി ഫോർമുലയായിട്ട് എഴുതിയ എന്ത് പറയാം, ഏരിയ ബൈ ഡിസ്ചാർജ്. ഡ്യൂട്ടി ഈസ് ഈക്വൽ ടു ഏരിയ ബൈ ഡിസ്ചാർജ്. ഏരിയ ഏത് യൂണിറ്റിലാണ്, ഹെക്ടർ. ഡിസ്ചാർജ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ ക്യുമക്കിൽ വരും. ഓക്കെ, അതുകൂടെ നിങ്ങൾ ഓർത്തിരുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള, അപ്പോൾ ഡ്യൂട്ടി എന്താണ്, കാര്യങ്ങളെല്ലാം പറഞ്ഞു. അത് തമ്മിലുള്ള കാര്യവും ഞാൻ മനസ്സിലാക്കി തന്നത് എന്താ, ലോസസും ഡ്യൂട്ടിയും തമ്മിൽ. ആ ഒരു കാര്യം ഞാൻ എടുത്ത് പറയാനുള്ള റീസൺ അടുത്ത ടോപ്പിക്ക്, അതെന്താ, നമുക്ക് ഡ്യൂട്ടിയെ എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡ്യൂട്ടി എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് അടുത്ത് നോക്കാനുള്ളത്. അപ്പോൾ അത് നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഒരേ ഒരു പോയിൻ്റ് ഇതാ, ലോസ് കൂടിയാൽ ഡ്യൂട്ടി കുറയും, അല്ലെങ്കിൽ ലോസ് കുറഞ്ഞാൽ ഡ്യൂട്ടി കൂടും. അത്രയും മാത്രം അറിഞ്ഞാൽ മതി. ഇനി എന്ത് സാധനം തന്നാലും ഞാൻ ഗ്യാരണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡ്യൂട്ടി. അപ്പോൾ ഇതിൽ കുറച്ചധികം പോയിൻറ്റ്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ 1 by 1 നമുക്ക് നോക്കാം. ഈ എക്സ്പ്ലനേഷൻ പറയുന്നത്, ഇപ്പോൾ പലരും ചെയ്യുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡ്യൂട്ടി എന്ന് പറഞ്ഞ് ഓരോ പോയിൻ്റ് നോക്കി ഇത് കൂടുകയാണെങ്കിൽ ഡ്യൂട്ടി കൂടുമോ കുറയുമോ എന്നൊക്കെ ബൈഹാർട്ട് ചെയ്ത് പോകുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഒരിക്കലും നല്ലൊരു പ്രാക്ടീസ് അല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എക്സാമിന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മൾ പഠിക്കുന്ന ആവണമെന്നില്ല. കാരണം എന്ത് ഫാക്ടർ വേണമെങ്കിലും അവർക്ക് ചോദിക്കുക. അപ്പോൾ എപ്പോഴും നല്ലൊരു പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഏതിൻ്റെ ഡ്യൂട്ടിയുടെ അല്ല എന്തിൻ്റെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ കോമൺ ആയിട്ടൊരു സാധനം കാണും ഇതിനെല്ലാം, എന്തുകൊണ്ടാണ് ഒരെണ്ണം കൂടുമ്പോൾ മറ്റേത് കൂടുന്നത് അല്ലെ കുറയുന്നത് എന്നുള്ളത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഏത് വന്നാലും എളുപ്പമാണ്, കാണാതെ പഠിക്കുകയും വേണ്ട. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് പ്ലേസ് ഓർ പോയിൻ്റ് അറ്റ് വിച്ച് ഡ്യൂട്ടി ഈസ് മെഷർഡ്. അതാണ് ആദ്യത്തെ ഫാക്ടർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ആക്ച്വലി കണ്ടിട്ടുണ്ട്. നമ്മൾ തൊട്ട് മുമ്പേ പല ടൈപ്പ് ഓഫ് കനാലൊക്കെ വരച്ചിട്ട് നമ്മൾ 2 പോയിൻ്റ് ആയിരുന്നു എടുത്തത്. എന്താ, ഹെഡ് വർക്കിൻ്റെ അവിടെ അല്ലെങ്കിൽ കനാലിൻ്റെ സ്റ്റാർട്ടിങ്ങിലും ഫീൽഡിലുള്ള 2 പോയിൻ്റ് എടുത്തിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അന്നേരം നമുക്ക് മനസ്സിലായി ഏതാണ് ഫീൽഡിൻ്റെ അടുത്ത് ഉള്ള ഡ്യൂട്ടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് കൂടുതൽ വരുന്നത് കമ്പയർഡ് ടു ഫീൽഡിൽ നിന്ന് ദൂരെയുള്ള അല്ലെങ്കിൽ മെയിൻ കനാലിൻ്റെ സ്റ്റാർട്ടിലുള്ള കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. അതിൽ നിന്നൊരു കൺക്ലൂഷനും കിട്ടി, റിവറിൽ നിന്നും ഫീൽഡിലേക്ക് വരുന്നതനുസരിച്ച് നമ്മുടെ ഡ്യൂട്ടി എന്താണ്, ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ അതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് അതിനകത്തു നിന്നൊരു കൺക്ലൂഷനൂടെ പറഞ്ഞു തന്നിരുന്നു. എന്താണ്, ഇപ്പോൾ ഈ ഫസ്റ്റ് പോയിൻ്റ് എടുക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ത്, വെള്ളം ഇവിടെ നിന്ന് ഒഴുകി ഇത്രയും ദൂരം സഞ്ചരിച്ചിട്ടേ ഫീൽഡിൽ എത്തത്തുള്ളൂ. അപ്പോൾ കൂടുതൽ ദൂരം ഒഴുകുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എന്ത് ലോസ് കൂടും, കൺവെയൻസ് ലോസ് കൂടും. കാരണം ഇവാപ്പറേഷനിലൂടെ കുറേ വെള്ളം നഷ്ടപ്പെടും. ഇതിനകത്ത് ഇവിടെ സീപ്പേജ് ചെയ്ത് മണ്ണിലേക്ക് കുറേ വെള്ളം പോകും. അപ്പം കൂടുതൽ
ദൂരം സഞ്ചരിക്കുമ്പോൾ കൂടുതൽ ലോസ് വരും. കൂടുതൽ ലോസ് വന്നാൽ ഡ്യൂട്ടി എന്ത് ചെയ്യും? കുറയും. അതേ കാര്യം ഇവിടെ വരുമ്പോഴോ, മേജർ ഡിസ്ട്രിബ്യൂട്ടറിൽ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിന് ശരിക്കും ഇത്രയും ദൂരം സഞ്ചരിച്ചാൽ മതി. ആദ്യത്തെ ഇനീഷ്യൽ ഇത്രയും ദൂരം സഞ്ചരിക്കേണ്ട. സോ കമ്പയർഡ് ടു ഇവിടുന്ന് ഒഴുകുന്ന വെള്ളം ഇതിൻ്റെ ലോസ് എന്തായിരിക്കും? കുറവായിരിക്കും. ലോസ് കുറവാണെങ്കിൽ ഇവിടുന്ന് ഉള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇവിടെ ഉള്ള ഡ്യൂട്ടിയേക്കാൾ കൂടുതലായിരിക്കും. ഇത് നമ്മൾ പഠിച്ച കാര്യം കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അതിൻ്റെ ഒരു ഇത് മാത്രം എഴുതി വെച്ചാൽ ഡ്യൂട്ടി ഓഫ് മെയിൻ കനാൽ ലെസ് ദാൻ ഡ്യൂട്ടി ഓഫ് ഫീൽഡ്. നമ്മളിത് ഫുൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒരു പോയിൻ്റ്, ഇതിൻ്റെ ഇടയിലെല്ലാം ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ക്ലൈമാറ്റിക് കണ്ടീഷൻ. അതിന് ടെമ്പറേച്ചർ ഉണ്ട്, ഹ്യൂമിഡിറ്റി ഉണ്ട്, വിൻഡ് വെലോസിറ്റി ഉണ്ട്. ഇനി വേറെ എന്തെങ്കിലും തരാം. ഇപ്പോൾ ക്ലൈമാറ്റിക് കണ്ടീഷൻ നമുക്ക് നോക്കാം. ഇപ്പോൾ ക്ലൈമാറ്റിക് കണ്ടീഷൻ ആണെങ്കിൽ എന്താണ്? നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, വിൻഡ് വെലോസിറ്റി. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇനി നമുക്ക് പല ടൈപ്പ് ഓഫ് കനാലൊന്നും വേണ്ട, രണ്ട് കാര്യം മാത്രം വെച്ച് ഡിസ്കസ് ചെയ്യാം. ഇത് ഫീൽഡ്, ഇത് റിവർ. ഈ വൈറ്റാണ് കനാൽ. ഓക്കെ, വെള്ളം എന്തായാലും റിവറിൽ നിന്നാണോ കനാൽ ത്രൂ ഫീൽഡിലെത്തുന്നു. ഇതിങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് ടെമ്പറേച്ചർ കൂടുതലാണെന്ന് വെച്ചു. ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ എന്ത് പറ്റും? ഈ ഒഴുകി വരുന്നതിൻ്റെ ഇടയിൽ ഇതിൽ നിന്ന് നഷ്ടപ്പെടുന്ന വെള്ളത്തിൻ്റെ എമൗണ്ട് കൂടുമോ കുറയോ? നമുക്കറിയാം ടെമ്പറേച്ചർ കൂടിയാൽ എന്ത് കൂടും? ഇവാപ്പറേഷൻ ലോസ് കൂടും. ഇവാപ്പറേഷൻ ലോസ് കൂടി. അപ്പോൾ അതൊരു ലോസ് അല്ലേ? ലോസ് കൂടിയാൽ നമുക്കറിയാം എന്ത് പറ്റി? ഇത് പോകുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരുപാട് ലോസായി. അപ്പോൾ ഫീൽഡിലെത്തുന്ന വെള്ളത്തിൻ്റെ എമൗണ്ട് എന്തായിരിക്കും? കുറവായിരിക്കും. ഫീൽഡിലെത്തുന്ന വെള്ളത്തിൻ്റെ എമൗണ്ട് കുറവാണെങ്കിൽ അത് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്തായിരിക്കും? കുറവായിരിക്കും. ആ ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയക്കല്ലേ ഡ്യൂട്ടി എന്ന് പറയുന്നത്. സോ എന്താവും? ഡ്യൂട്ടി വിൽ ബി ലെസ്. നമുക്ക് വേണ്ടത് ഇതിനകത്തുനിന്ന് രണ്ട് കാര്യമേ ഉള്ളൂ. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഡ്യൂട്ടി കുറയും. ഓക്കെ, അതിനുള്ള റീസണാണ് ഞാൻ താഴെ എഴുതിയേക്കുന്നത്. അപ്പോൾ അതും മനസ്സിലാക്കണം, കാരണം സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ടൈപ്പ് ചോദിക്കാമല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ ഇത് വേണ്ടല്ലോ. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത ഹ്യൂമിഡിറ്റി കൂടിയാൽ ആലോചിച്ച്, ഇതാണ് നമ്മൾ ഹൈഡ്രോളജി പഠിച്ചുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറയുന്നത്. ഹ്യൂമിഡിറ്റി കൂടിയാൽ എന്ത് സംഭവിക്കും? അതായത് അന്തരീക്ഷത്തിലെ വെള്ളത്തിന് മോയ്സ്ചറിൻ്റെ എമൗണ്ട് കൂടുതലാണ്. ഇവാപ്പറേഷൻ ലോസ് കൂടുകയോ കുറയോ? ഇവാപ്പറേഷൻ സംഭവിക്കാനുള്ള സാധ്യത കുറയുമെന്നല്ലേ പഠിച്ചത്. ഇവാപ്പറേഷൻ ലോസ് എന്ത് ചെയ്യും? കുറയും. കാരണം ക്ലൈമറ്റിൽ ഓൾറെഡി മോയ്സ്ചർ ഉണ്ട്. അതുകൊണ്ട് മോയ്സ്ചറിന് ഇവാപ്പറേറ്റ് ചെയ്ത് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. ഇവാപ്പറേഷൻ കുറയും. ഇവാപ്പറേഷൻ കുറഞ്ഞാൽ ഫീൽഡിലെത്തുന്ന വെള്ളത്തിൻ്റെ എമൗണ്ട് കൂടുകയോ കുറയോ? കൂടും. ഫീൽഡിലെത്തുന്ന എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്ത് ചെയ്യും? കൂടും. അല്ലെങ്കിൽ ഡ്യൂട്ടി എന്ത് ചെയ്യും? കൂടും. സോ സെക്കൻഡ് വന്നു, എന്താണ്? ഹ്യൂമിഡിറ്റി കൂടുന്നതനുസരിച്ച് ഡ്യൂട്ടി എന്ത് ചെയ്യും? ഡ്യൂട്ടിയും കൂടും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. മൂന്നാമത്തെ വിൻഡ് വെലോസിറ്റി. അതും ഇതേ രീതിയിൽ നിങ്ങൾക്ക് ആലോചിക്കാം. വിൻഡ് വെലോസിറ്റി കൂടിയാൽ എന്ത് സംഭവിക്കും? നമുക്കറിയാം അറ്റ്മോസ്ഫിയറിലെ മോയ്സ്ചറിനെയൊക്കെ അത് വലിച്ചുകൊണ്ട് പോകും. അപ്പോൾ മോയ്സ്ചർ കുറവായിരിക്കും. അപ്പോൾ ഇവാപ്പറേഷൻ ലോസ് കൂടും. ഇവാപ്പറേഷൻ ലോസ് കൂടിയാൽ എന്ത് ചെയ്യും? ഫീൽഡിലെത്തുന്ന വെള്ളത്തിൻ്റെ എമൗണ്ട് കുറവായിരിക്കും. ഫീൽഡിലെത്തുന്ന എമൗണ്ട് കുറവാണെങ്കിൽ ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയ കുറവായിരിക്കും, അല്ലെങ്കിൽ ഡ്യൂട്ടി കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഓക്കെ. 1, 2, 3. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 3 മാത്രമേ എടുത്തിട്ടുള്ളൂ. വേറെ എന്ത് തന്നാലും നിങ്ങൾക്ക് ഈ ഒരു അനാലജി, ഇത് ഒഴുകി വരുമ്പോൾ ലോസ് കൂടുതലാണോ, ഫീൽഡിലെത്തുന്ന വെള്ളത്തിന് എമൗണ്ട് കുറവാണ്, ഫീൽഡിലെത്തുന്ന വെള്ളം എമൗണ്ട് കുറവാണോ, ഡ്യൂട്ടി എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞു, സെക്കൻഡ് പോയിന്റ്. തേർഡ്, ടൈപ്സ് ഓഫ് ക്രോപ്സ്. ഇനി ടൈപ്സ് ഓഫ് ക്രോപ്പ് നമുക്ക് മെയിനായിട്ട് നമ്മൾ ഖാരിഫ്, റാബി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പഠിച്ചിട്ടുണ്ട്. നമുക്ക് 2 പേരെ എടുക്കാം, ഖാരിഫും റാബിയും. ഖാരിഫിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആളെന്ന് പറഞ്ഞാൽ റൈസ് ആണല്ലോ. റാബിക്കകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആളെന്ന് പറഞ്ഞാൽ വീറ്റ. ഇവർ രണ്ടിനും എടുക്കാം. നമ്മൾ ഇതിനകത്ത് ഡ്യൂട്ടി ആണ് നമ്മൾ നോക്കുന്നത്, ഡ്യൂട്ടിയുടെ ഫാക്ടർ. പക്ഷേ റൈസിൻ്റെ ഡെൽറ്റ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. എത്ര? 120 സെൻറ്റിമീറ്റർ. വീറ്റിൻ്റെ ഡെൽറ്റയോ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ 1/3 40 സെൻറ്റിമീറ്റർ. ഇത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇത് ആലോചിക്കേണ്ടത്, ഫീൽഡിൽ ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് വെള്ളം എത്തി.
ഫീൽഡിൽ നിശ്ചിത എമൗണ്ട് ഓഫ് ഒരു വെള്ളം എത്തി. ഓക്കെ, 3D ആയിട്ട് വരയ്ക്കണം. ഓക്കെ, ഇത്ര എത്തി. അപ്പോൾ ആദ്യം റൈസ് എടുക്കുക. റൈസ് ആണെങ്കിൽ അതിന് വേണ്ടുന്ന നമ്മൾ പറഞ്ഞു ഡ്യൂട്ടിയുടെ ഫുൾ ഡെഫിനേഷൻ എന്താ, 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അതിൻ്റെ ബേസ് പീരീഡ് മൊത്തം നൽകാനായാൽ ആ ബേസ് പീരീഡ് മൊത്തം ആ ക്രോപ്പിന് ആവശ്യമായ ഡെൽറ്റ സഫീഷ്യൻ്റായിട്ട് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സഫീഷ്യൻ്റായിട്ട് എൻഷുർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് ഡ്യൂട്ടി എന്ന് ഞാൻ പറഞ്ഞു. അത് അവിടെ സ്ട്രെസ് ചെയ്യാനുള്ള റീസൺ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. ഇപ്പോൾ റൈസിന് 120 ഇപ്പോൾ സപ്പോസ് ഇത്രയാണ് 120 സെൻറ്റിമീറ്റർ എന്ന് വെച്ചോ, യെല്ലോ കളറിലാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഡെപ്ത്ത് കൂടി, അപ്പോൾ നിങ്ങൾക്കറിയാം വോളിയം ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു ഡെപ്ത്ത് എന്നറിയാമല്ലോ. അപ്പോൾ 120 സെൻറ്റിമീറ്റർ കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സർഫസിൽ അല്ലെങ്കിൽ ഇതിന് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയ കൂടുതൽ ഏരിയ പറ്റുമോ കുറവ് ഏരിയ പറ്റുമോ? ഇത് കോൺസ്റ്റൻറ്റാണ്, ഫീൽഡിൽ വന്ന ഇത് കോൺസ്റ്റൻ്റായി. അങ്ങനെയാണെങ്കിൽ ഡെപ്ത്ത് കൂടിയാൽ ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയ കുറയോ കൂടുമോ? ഉറപ്പായിട്ടും കുറയും. എങ്കിലല്ലേ അത് കോൺസ്റ്റൻ്റായിട്ട് നിൽക്കത്തുള്ളൂ വോളിയം. കാരണം ഫീൽഡിലെത്തിയ വോളിയം കോൺസ്റ്റൻ്റാണ്. അത് പിന്നെ ഡെൽറ്റ കൂടിയ ക്രോപ്പാണെങ്കിൽ, അതായത് ഡെപ്ത്ത് കൂടിയാൽ ഏരിയ എന്തായിരിക്കും ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുന്നത്? കുറവായിരിക്കും. അതേസമയം ഈ സെയിം സ്ഥലം ഞാൻ വീറ്റാണ് കൊടുക്കുന്നതെന്ന് വെച്ചോ, വീറ്റാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഇത്രയും ഡെപ്ത്ത് മതിയാവും. പിന്നെ 1/3 ഇത്രയും മതി. വീറ്റാണെങ്കിൽ ഇത്രയും ഡെപ്ത്ത് കവർ ചെയ്തത് 40. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് ഡെപ്ത്ത് കുറഞ്ഞു, അല്ലെങ്കിൽ ആ എൻഷുർ ചെയ്യേണ്ട ഡെപ്ത്ത് കുറഞ്ഞു. ആകെ 40 സെൻറ്റിമീറ്റർ ഡെപ്ത്ത് മതി എല്ലാ സ്ഥലത്തും ഈ ചെടിക്ക് പ്രോപ്പറായിട്ട് വളരാൻ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, കൂടുതൽ ഏരിയ എനിക്ക് എന്ത് ചെയ്യുക, ഇറിഗേറ്റ് ചെയ്യാമല്ലോ. സോ ഏരിയ എന്ത് ചെയ്യും, കൂടും. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാവും? റൈസ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ കൂടിയതാണ്, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യകത കൂടിയ ക്രോപ്പാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏരിയ എന്ത് ചെയ്യും, ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയ കുറയും. അല്ലെങ്കിൽ അതിനല്ലേ ഡ്യൂട്ടി എന്ന് പറയുന്നത്, ഡ്യൂട്ടി എന്ത് ചെയ്യും, കുറയും. വീറ്റ് ആണെങ്കിൽ അതിൻ്റെ ഡെൽറ്റ കുറവാണ്, അല്ലെങ്കിൽ എൻഷുർ ചെയ്യേണ്ട ഡെപ്ത്ത് കുറവാണ്. ഡെപ്ത്ത് കുറഞ്ഞാൽ ഏരിയ കൂടും, അല്ലെങ്കിൽ ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയ കൂടും. അതായത് ഡ്യൂട്ടി എന്ത് ചെയ്യും, കൂടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെൽറ്റ ഏതാതെ കുറച്ചുകൂടെ എന്തോ ഡെൽറ്റ ലെസ് നീഡഡ് ക്രോപ്പ്, ഇവിടെ ഡെൽറ്റ മോർ നീഡഡ് ക്രോപ്പ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം അതാണ് ക്രോപ്പിനെ ബേസ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് മനസ്സിലായി, നിങ്ങൾക്ക് ഡ്യൂട്ടിയിൽ വേരിയേഷൻ ഉണ്ടാകുമെന്ന് മനസ്സിലായി. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സോയിൽ. ടൈപ്പ് ഓഫ് സോയിൽ, മെത്തേഡ് ഓഫ് ഇറിഗേഷൻ, കനാൽ കണ്ടീഷൻ, അത് മൂന്നും ഒരുമിച്ച് നോക്കാം. ടൈപ്പ് ഓഫ് സോയിൽ എന്ന് പറയുമ്പോൾ ഇതൊരു ഫീൽഡാണ്. ഈ ഫീൽഡിൽ സോയിൽ പാർട്ടിക്കിൾസും കാര്യങ്ങളെല്ലാം ഉണ്ട്. നിങ്ങൾ സപ്പോസ് ഇവിടെ എത്തിയ വെള്ളം യെല്ലോ കളറിൽ കാണിക്കുകയാണ്, ഇവിടെ എത്തിയ വെള്ളം ഇതിൻ്റെ പെർക്കുലേഷൻ കൂടുതലാണെന്ന് വെച്ചോ. ഈ സോയിലിൻ്റെ പെർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്ത്, ഇതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഈ സോയിൽ പാർട്ടിക്കിൾസിൻ്റെ ഇടയിലുള്ള ഇൻ്റർ കണക്റ്റഡ് വോയിഡ്സ് കൂടുതലാണ്. അത് നമ്മൾ ജിയോടെക്കിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്ത് ചെയ്യും, ഇൻ്റർ കണക്റ്റഡ് വോയിഡ്സ് കൂടുതലാണെങ്കിൽ വെള്ളം എന്ത് ചെയ്യും, ഈസി ആയിട്ട് ഇതിൻ്റെ ഇടയിലൂടെ ഒഴുകി എന്ത് ചെയ്യും, അങ്ങ് താഴെ ഗ്രൗണ്ട് വാട്ടറിൽ പോയി ജോയിൻ ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പെർക്കുലേഷൻ കൂടുതലാണെന്ന് പറഞ്ഞാൽ എന്താ, ബേസിക്കലി ഇത് ചെടിക്ക് കിട്ടുമോ ഒഴുകി വാട്ടർ ടേബിളിൽ പോകുന്നു? ഇല്ല, അങ്ങനെ ഗ്രാവിറ്റി വാട്ടറാണ്. അപ്പോൾ പെർക്കുലേഷൻ കൂടുതലാണെങ്കിൽ പെർക്കുലേഷൻ ലോസ് എന്ത് ചെയ്യും, കൂടുതലാണ്. പെർക്കുലേഷൻ ലോസ് കൂടുതലാണെങ്കിൽ ഈ വെള്ളം ചെടിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല, ചെടിക്ക് ഉപയോഗിക്കാനുള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ള വെള്ളം കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്ത് കൂടും, സഫീഷ്യൻ്റ് ആയിട്ടുള്ള എമൗണ്ട് ഓഫ് വെള്ളം കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്ത് കുറയും, വെള്ളം കുറഞ്ഞാൽ ഇറിഗേറ്റ് ചെയ്യേണ്ട ഏരിയ കുറയും, ഡ്യൂട്ടി കുറയും. ഇതേ സമയം സെയിം കണ്ടീഷനിൽ സോയിൽ പാർട്ടിക്കിൾ അടുത്തടുത്തിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു സോയിലിൽ പെർക്കുലേഷൻ കുറവാണെന്ന് വെച്ചോ. അപ്പോൾ എന്ത് ചെയ്യും, ഇത് ഇവിടെ ഇങ്ങനെ തങ്ങി അങ്ങ് നിൽക്കത്തേ ഉള്ളൂ, അധികം ഒന്നും പോകത്തൊന്നുമില്ല, ഇതിങ്ങനെ തങ്ങി നിൽക്കും. അങ്ങനെ തങ്ങി നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അത് പെർക്കുലേഷൻ കുറവാണെങ്കിൽ, പെർക്കുലേഷൻ കുറവാണെന്ന് വെച്ചാൽ എന്ത്, പെർക്കുലേഷൻ ത്രൂ ലോസ് കുറവാണ്. പെർക്കുലേഷൻ ലോസ് കുറവായാൽ എന്ത് ചെയ്യും, ചെടിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വെള്ളത്തിൻ്റെ എമൗണ്ട് എന്ത് ചെയ്യും, ഇത്രയും വെള്ളം ഉപയോഗിക്കാം. നേരത്തെ കുറേ നഷ്ടപ്പെട്ടിട്ട് ചെടിക്ക് ഉപയോഗിക്കാൻ ഇവിടെ കിട്ടുന്ന വെള്ളത്തിൻ്റെ എമൗണ്ട് കുറവാണ്. ഇവിടെ പെർക്കുലേഷൻ ലോസ് കുറവായതുകൊണ്ട് വെള്ളമെല്ലാം എന്ത് ചെയ്യും, ഇവിടെ തങ്ങിയിരിക്കും. അപ്പോൾ അതെല്ലാം എന്ത് ചെയ്യാം, ചെടിക്ക് ഉപയോഗിക്കാം. ചെടിക്ക് ഉപയോഗിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും,
അത്രയും ഏരിയ ഇറിഗേറ്റ് ചെയ്തൂടെ. അപ്പോൾ ഡ്യൂട്ടി എന്ത് ചെയ്യും? കൂടും. ഇതാണെന്തോ സോയിൽ കണ്ടീഷൻ്റെ. ഇനി അടുത്തത് കനാൽ, ടൈപ്പ് ഓഫ് കനാൽ. അത് നമ്മൾ ഏതൊക്കെയാണെന്ന് കാണും. നമ്മൾ നോക്കുന്നത് 2 കനാല, ലൈൻഡ് കനാലും അൺലൈൻഡ് കനാലും. ലൈൻഡ് കനാലിന് എന്തോ പ്രത്യേകത? ഇതൊരു കനാലാണെങ്കിൽ ലൈനിങ് എന്ന് പറഞ്ഞാൽ എന്ത്? ഈ ഒരു നാച്ചുറൽ ഇതിൻ്റെ സോയിലിൻ്റെ മുകളിൽ എന്ത് ചെയ്യും? ഒരു പെർമിയബിൾ ലെയർ അല്ലെങ്കിൽ സിമെൻറ്റിൻ്റെ വല്ലോ അല്ലെങ്കിൽ കോൺക്രീറ്റിൻ്റെ എന്തുമായിരിക്കും ഒരു ഇംപെർമിയബിൾ ലെയർ കൂടെ ക്രിയേറ്റ് ചെയ്യും. അൺലൈൻഡ് കനാൽ എന്ന് പറഞ്ഞാൽ സാധാ മണ്ണിലുണ്ടാക്കിയേക്കുന്നത്, ഇങ്ങനെ മണ്ണിലുണ്ടാക്കിയേക്കുന്നത്. ഇനി നിങ്ങൾ ആലോചിച്ചേ, ഇതിലും വെള്ളം ഒഴുകിപ്പോകുന്നു, ഇതിലും വെള്ളം ഒഴുകുന്നു. ഏതിലായിരിക്കും കൂടുതൽ ലോസ്? കാരണം ഇത് മണ്ണിൻ്റെ ഭാഗമല്ലേ. അന്നേരം ഉറപ്പായിട്ടും എന്ത് പറ്റും? വെള്ളം ഈസി ആയിട്ട് ഇതുവഴി സീപ്പേജ് ലോസ് ഉണ്ടാവും. സീപ്പേജ് ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ലോസ് കൂടി. ഇപ്പോൾ ഒഴുകി വരുമ്പോഴത്തെ കനാലിൽ കൂടെ ഒഴുകി വരുമ്പോൾ സീപ്പേജ് ലോസ് ഭയങ്കര കൂടുതൽ. അങ്ങനെയാണെങ്കിൽ ഫീൽഡിൽ എത്തുന്ന വെള്ളത്തിൻ്റെ എമൗണ്ട് എന്തായിരിക്കും? കുറവായിരിക്കും. ഫീൽഡിൽ എത്തുന്ന എമൗണ്ട് വെള്ളം കുറവായാൽ ഡ്യൂട്ടി എന്തായിരിക്കും? കുറവായിരിക്കും. കനാൽ അൺലൈൻഡ് കനാലാണെങ്കിൽ ഡ്യൂട്ടി എന്ത് ചെയ്യും? ലോസ് കൂടുതലാണ്, അപ്പോൾ ഡ്യൂട്ടി എന്ത് ചെയ്യും? കുറയും. അതേസമയം ലൈൻഡ് കനാലാണെങ്കിലോ ഇത് പെർക്കുലേറ്റ് ചെയ്യാൻ നോക്കും, പക്ഷെ നടക്കുമോ? ഇല്ല. പെർക്കുലേഷൻ അല്ലെങ്കിൽ സീപ്പേജ് എന്ത് ചെയ്യത്തില്ല? നടക്കത്തില്ല. സീപ്പേജ് നടന്നില്ല എന്ത് പറ്റും? കനാലിൽ കൂടെ അധികം നഷ്ടമൊന്നും ഇല്ലാതെ എവിടെ എത്തും? ഫീൽഡിലെത്തും. അപ്പം കമ്പയർഡ് ടു അൺലൈൻഡ് കനാൽ കൂടുതൽ വെള്ളം ഫീൽഡിലെത്തും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? കമ്പയർഡ് ടു അൺലൈൻഡ് കനാൽ, ലൈൻഡ് കനാലിൽ എന്ത് ചെയ്യാം? കൂടുതൽ ഏരിയ ഇറിഗേറ്റ് ചെയ്യാം, അഥവാ എന്തു പറയാം? ഡ്യൂട്ടി കൂടുതലാണ്. ഓക്കെ. ഇനി ഒരാളെയും കൂടെ ഉള്ളു നമുക്ക് നോക്കാൻ, വിച്ച് ഈസ് മെത്തേഡ് ഓഫ് ഇറിഗേഷൻ. മെത്തേഡ് ഓഫ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ആൾക്കാരെ എടുക്കാം. ഒന്ന് ഡ്രിപ്പ് ഇറിഗേഷനും വൈൽഡ് ഫ്ലഡിങ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. ഇതൊക്കെ അന്നേരം തന്നെ നമ്മൾ പഠിച്ചു. ഡ്രിപ്പ് ഇറിഗേഷൻ്റെ എഫിഷ്യൻസി എന്തുവാ? ഡ്രിപ്പ് ഇറിഗേഷൻ്റെ കൂടുതലാണോ കുറവാണോ? കൂടുതലാണ്. നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് കൂടുതലെന്നും പറഞ്ഞു. എന്തുകൊണ്ടാണ്? ഇവാപ്പറേഷൻ ലോസും കാര്യങ്ങളും കുറവാണ്. അപ്പം അഗെയിൻ ലോസ് കുറവായാൽ ഡ്യൂട്ടി കൂടും. ഡ്രിപ്പ് ഇറിഗേഷനിലെ ഡ്യൂട്ടി കൂടുതലായിരിക്കും കമ്പയർഡ് ടു വൈൽഡ് ഫ്ലഡിങ്. കാരണം വൈൽഡ് ഫ്ലഡിങ് എന്ന് പറഞ്ഞാൽ ഫുൾ തുറസായിട്ട് വെള്ളമെല്ലാം നിറച്ചിടും. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും? ഇവാപ്പറേഷൻ ലോസ് കൂടുതൽ, അല്ലെങ്കിൽ സീപ്പേജ് ലോസ് കൂടുതലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഡ്യൂട്ടി കുറയും. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ പഠിക്കാം, ഒന്നുകൂടെ ആലോചിക്കാം, നിങ്ങൾക്ക് എക്സ്പെർട്ടായി. ഇപ്പോൾ വൈൽഡ് ഫ്ലഡിങ് ഡ്യൂട്ടി കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഫറോ മെത്തേഡിലോ നമ്മൾ പഠിച്ചേക്കുന്നത് എന്താ? ഫറോ മെത്തേഡിൽ വെറ്റഡ് ഏരിയ എന്ന് പറയുന്നത് ഫ്രീ ഫ്ലഡിങ്ങിനേക്കാൾ 1/3 അല്ലെങ്കിൽ 1/2 മാത്രമേ വെറ്റ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലോസ് എന്തായിരിക്കും? കമ്പയർഡ് ടു വൈൽഡ് ഫ്ലഡിങ് കുറവായിരിക്കും. ലോസ് കുറവായാൽ ഡ്യൂട്ടി കമ്പയർഡ് ടു വൈൽഡ് ഫ്ലഡിങ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതെല്ലാം നിങ്ങൾക്ക് ഇനി റിലേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത്രയായിരുന്നു നമുക്ക് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡ്യൂട്ടി. അപ്പോൾ ഇതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത് നിങ്ങൾക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ടൈപ്പ് വന്നാൽ നിങ്ങൾക്ക് എഴുതാനാണ്. പിന്നെ ഇത് അധികം ചോദിച്ചൊന്നും കണ്ടിട്ടില്ല. പറ്റുന്നവർ ഇതിവിടെ നോക്കി വെക്കാം. ഡ്യൂട്ടി എത്രയാണ് ഓരോ ഇതിനും ആവശ്യമായിട്ട്, അല്ലെങ്കിൽ എത്ര ഡ്യൂട്ടിയാണ് യൂഷ്വലി ഒരു നോർമൽ പ്രാക്ടീസിന് കിട്ടുന്നതെന്നൊക്കെയുള്ള കാര്യം. ഓക്കെ. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻ. നമ്മളിപ്പോൾ 2 പേരെ പറഞ്ഞു, 2 അല്ല ആക്ച്വലി, ഡ്യൂട്ടി, ഡെൽറ്റ, ബേസ് പീരീഡ് 3 പേരെ കണ്ടു ശരിക്കും. അപ്പോൾ ഇവർ 3 പേരും തമ്മിൽ ബേസ് ചെയ്ത് ഒരു റിലേഷൻ ഉണ്ട്, വെരി ഇമ്പോർട്ടൻ്റ് റിലേഷൻ. ഇറ്റ് ഈസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു 8.64 B/D. നിങ്ങൾ മനസ്സിലാക്കുക, ഇത് എംപരിക്കൽ ഇക്വേഷൻ അല്ല. ഇത് തിയററ്റിക്കലി നമ്മൾ നേരത്തെ പഠിച്ച ഡെഫിനിഷൻ ഉണ്ടല്ലോ, ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞേക്കാം. നമ്മൾ പഠിച്ചതെന്താ? ഡ്യൂട്ടി എന്ന് പഠിച്ചതെന്താ? ഡ്യൂട്ടി എന്ന് നമ്മൾ പഠിച്ചത് 1 m³/s വെള്ളം അതിൻ്റെ ഫുൾ ബേസ് പീരീഡിൽ നൽകുകയാണെങ്കിൽ, കൺസിസ്റ്റൻ്റ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫുൾ ബേസ് പീരീഡിൽ നൽകുകയാണെങ്കിൽ എത്ര ഏരിയയിൽ ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും, സച്ച് ദാറ്റ് ആ ഏരിയയിലെല്ലാം ഇതിന് വേണ്ടുന്ന സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഡെൽറ്റ എൻഷുർ ചെയ്യാൻ പറ്റും. ഇതാണല്ലോ ലൂസായിട്ട് നമ്മൾ പഠിച്ച കാര്യം കറക്റ്റായിട്ട് മൊത്തം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്തുവാ? ഇപ്പം ഞാൻ 1 m³ per second എന്ന് പറയുന്ന എമൗണ്ട് ഓഫ് വെള്ളം എത്ര നാളത്തേക്കാണ് കൊടുത്തത്?
ബേസ് പീരീഡ്. ഞാൻ ബേസ് പീരീഡ് ഡേയ്സിലെടുക്കുമെന്ന് പറഞ്ഞു വിചാരിച്ചു. അപ്പോൾ ബേസ് പീരീഡ് ക്രോപ്പിൻ്റെ ഇൻ ഡേയ്സ് എടുക്കുക. അപ്പോൾ 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന രീതിയിൽ ബി ഡേയ്സിലേക്ക് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഫീൽഡിൽ മൊത്തം എത്ര വെള്ളം കൊടുത്തു എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ശരിക്കും ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന രീതിയിൽ ബി ദിവസം കൊടുത്തു. അപ്പോൾ ടോട്ടൽ ബി ദിവസത്തിൽ എത്ര വെള്ളം ഫീൽഡിൽ എത്തിച്ചു എന്ന് കണ്ടുപിടിക്കാമല്ലോ. പക്ഷേ ഇത് സെക്കൻഡാണ്, ഡേയ്സ് ആണ്. അപ്പോൾ ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകത്തില്ല. അന്നേരം രണ്ടിനും ഒരേ യൂണിറ്റിലേക്ക് ആക്കാൻ എന്ത് ചെയ്യണം? ഒരു ഡേ, ഇത് നിങ്ങൾ അറിയേണ്ടതാ. ഒരു ഡേ എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാണ്? 86400 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ അതിനെ ഞാൻ സെക്കൻഡിലേക്ക് ആക്കുക. ബി ഇൻറ്റു 60 × 60 × 24. അതാണ് ഈ ഒറ്റ വാല്യൂ വരുന്നത്, 86400 സെക്കൻഡ്. ഇത് രണ്ടും ക്യാൻസലായി പോകും. ഇത് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ബി ഇൻറ്റു 86400 m³ ഇത്രയാണ് ഫീൽഡിൽ മൊത്തം എത്തിയ വെള്ളം. ഫീൽഡിൽ മൊത്തം എത്തിയ വെള്ളം കിട്ടിയേ. ഓക്കെ, ഇനി ഇത് ആർക്ക് തുല്യമായിരിക്കും? ഫീൽഡിൽ മൊത്തം എത്തിയ വെള്ളം, ഈ ടോട്ടൽ ഫീൽഡിൽ വന്ന വെള്ളം, ആ ഒരു വോളിയം ശരിക്കും എന്തൊക്കെയായിട്ടാണ് പോകുന്നത്? ഒന്ന് ഡെൽറ്റ, എത്രമാത്രം അതിന് ഡെപ്ത് വേണം, ഇൻറ്റു ഏരിയ. ഏരിയ ആണെന്ത് പറയുന്നത്? ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇൻ ഹെക്ടർ. ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ഡെപ്താണ്. ആ ഡെപ്തിന് മൊത്തം എൻഷർ ചെയ്യേണ്ട ഡെപ്ത് നമുക്ക് ഏതാ? ഡെൽറ്റ. എത്ര ഏരിയ ഇറിഗേറ്റ് ചെയ്യാൻ പറ്റൂ, ടോട്ടൽ ഏരിയ, അതിനല്ലേ ഡ്യൂട്ടി എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ഡ്യൂട്ടി. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഡ്യൂട്ടി എടുക്കുന്നത് ഡ്യൂട്ടി ഹെക്ടറിൽ എടുക്കുക. ഓക്കെ, അപ്പോൾ ഡി ഇപ്പോൾ മീറ്റർ സ്ക്വയർ ആക്കാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 10⁴ മീറ്റർ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ. അത് ഞാൻ മീറ്ററിൽ തന്നെ എടുക്കുക. ഓക്കെ, അപ്പം എന്ത് വരും? ഇത് സെയിം, ഡി ഇൻറ്റു ഡെൽറ്റ ഇൻറ്റു 10⁴. ഇതിന് ഡെൽറ്റ എന്ത് വരും? 10⁴ താഴോട്ട് വന്നാൽ 8.64 ഇൻറ്റു B/D. അപ്പോൾ ഞാൻ എടുത്ത യൂണിറ്റ് ബി, ബേസ് പീരീഡ് ഇൻ ഡേയ്സ് ആണ്, ഡ്യൂട്ടി ഹെക്ടർ പെർ ക്യൂമക്കാണ്, ഡെൽറ്റ മീറ്ററിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടി. അപ്പോൾ ഇത് ചിലർക്ക് ഡൗട്ട് വന്നു, എന്തുകൊണ്ടാണ് ഡെൽറ്റ ഡി പെട്ടെന്ന് ഹെക്ടർ ഇൻ ഹെക്ടർ പെർ ക്യൂബ്? അങ്ങനെയല്ല, ഹെക്ടർ തന്നെയാണ്, പക്ഷേ 1 മീറ്റർ ക്യൂബിന് അല്ലെങ്കിൽ ഒരു പെർ മീറ്റർ ക്യൂബിന് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊടുത്താൽ എത്രയാണ് എന്ന് സൂചിപ്പിക്കുന്നതുകൊണ്ടാണ് ഹെക്ടർ പെർ ക്യൂമക്ക് എന്ന് പറയുന്നത്. കാരണം അത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡാണ് കൊടുത്തതെന്ന്. ഇപ്പോൾ 2 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണെങ്കിൽ അതനുസരിച്ച് എന്ത് ചെയ്യണം? ആക്കണം. അതുകൊണ്ടാണ് ഹെക്ടർ പെർ ക്യൂമക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ്. ഇത് ഞാൻ ലൂസായിട്ട് പറഞ്ഞതാണ്, ഇത് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് എന്താണ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇത് വരുന്നതെന്ന്. അങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന റിലേഷൻ കിട്ടുന്നത്. ഡെൽറ്റ = 8.64 B/D. ബി ഡെൽറ്റ ഇൻ മീറ്റർ ആണ് ഈ ഇക്വേഷനിൽ, ബി ബേസ് പീരീഡ് ഡേയ്സിലാണ്, ഡ്യൂട്ടി ഇൻ ഹെക്ടർ പെർ ക്യൂമക്കിലാണ്. ഓക്കെ, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഇക്വേഷൻ. ഇനി ചില സമയത്ത് ഈ ബേസ് പീരീഡിന് വരെ നിങ്ങൾക്ക് ക്രോപ്പ് പീരീഡ് എന്നൊക്കെ തരും. അത് നമ്മൾ പഠിച്ചു. എന്താ ബേസ് പീരീഡും ക്രോപ്പ് പീരീഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്വേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയും തിരിഞ്ഞ് ഉപയോഗിക്കും. അതിൻ്റെ എക്സാക്റ്റ് കാര്യം നമുക്കറിയാം. ഇനി ഇത് തന്നെ എംപെരിക്കൽ അല്ലാത്തതുകൊണ്ട് തിയറി അല്ലാതെ കൺസെപ്ച്വലി വരുന്നതായതുകൊണ്ട് തന്നെ ഈ ഡെൽറ്റ സെൻറ്റിമീറ്ററിൽ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ, ഇപ്പം PSCക്കൊക്കെ യൂഷ്വലി ചോദിക്കുന്നതാണ്, ഇവർ ഡെൽറ്റ ഇക്വേഷൻ പിക്ക് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ അന്നേരം സെൻറ്റിമീറ്ററിലാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? മീറ്ററിനെ സെൻറ്റിമീറ്ററൊക്കെയാണ് ഇൻറ്റു 100 എന്ത് 864 B/D. വേറെ വ്യത്യാസമൊന്നുമില്ല, ആകെ ഡെൽറ്റ സെൻറ്റിമീറ്ററിലാവും. ബി ഒക്കെ ബേസ് പീരീഡ് ഡേയ്സിലാണ്, ഡ്യൂട്ടി ഹെക്ടർ പെർ ക്യൂമക്കിലാണ്, അതെല്ലാം സെയിം. ഓക്കെ, അപ്പോൾ ഈ റിലേഷനാണ് ആരൊക്കെ തമ്മിൽ? ബേസ് പീരീഡ്, ഡ്യൂട്ടി, ഡെൽറ്റ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ. ഇനി ഇതിനകത്ത് ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് അറിയാം, ഡെൽറ്റ = 8.64 ഇൻറ്റു ബേസ് പീരീഡ് ബൈ ഡ്യൂട്ടി നമ്മൾ പഠിച്ചു, ഡ്യൂട്ടി ഹെക്ടർ പെർ ക്യൂമക്ക്, അതിൻ്റെ എന്ത് ഏരിയ ബൈ ഡിസ്ചാർജ് എന്ന് ഇടാം. അപ്പോൾ ഇങ്ങനെ ഇത് ശരിക്കും ഇത്രയും വലിയൊരു ഇക്വേഷൻ ഓപ്പൺ ചെയ്ത് എഴുതിയാൽ, അപ്പോൾ ഇതിൻ്റെ അകത്ത് കോമൺ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത് 1 2 3 4 വേരിയബിൾ ഉണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും 3 പേരെ തരും, എന്നിട്ട് 4ാമനെ കണ്ടുപിടിക്കാൻ പറയും. യൂഷ്വലി ഡിസ്ചാർജ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്, ഒരു ക്രോപ്പിന് എത്രയാണെന്നൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ റിലേഷൻ നിങ്ങൾക്ക് ഇത് ഒന്ന് ലൂസായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ ഈ ഇക്വേഷൻ നിങ്ങൾ എന്ത് വന്നാലും പഠിക്കാതെ പോകരുത്, വെരി ഇമ്പോർട്ടൻറ്റ്. 8.64 B/D. ഇനി നമ്മൾ പറഞ്ഞ കുറച്ച് യൂണിറ്റ് കൺവേർഷൻസാണ് നമ്മൾ ഇടയിൽ ഒക്കെ പറഞ്ഞിരുന്നു. 1 ഹെക്ടർ എന്ന് പറഞ്ഞാൽ 10⁴ മീറ്റർ സ്ക്വയർ ആണ്.
വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 1 ഏക്കർ എന്ന് പറഞ്ഞാൽ 0.40 ഹെക്ടറാണ്. ഇതെല്ലാം 1 സെൻറ്റ് 40.46 മീറ്റർ സ്ക്വയർ ആണ്. ഇത് ഹെക്ടറും ബാക്കിയുള്ള യൂണിറ്റ്സും തമ്മിലുള്ള ഒരു റിലേഷൻസ് മാക്സിമം എഴുതിയിട്ടുണ്ട്. ഇത് ആസച്ച് ഇറിഗേഷനിൽ യൂഷ്വലി ഹെക്ടറും കിലോമീറ്റർ സ്ക്വയറും മീറ്റർ സ്ക്വയറും തമ്മിലൊക്കെ വരാറുള്ളൂ. പക്ഷേ വേറെ എക്സാംസിന് ഇപ്പോൾ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് എന്നൊക്കെ പറയുന്ന ടോപ്പിക്ക് വരുമ്പോൾ മേ ബി ഇതൊക്കെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് കാണും. ഇതും അറിയണം. 1 എയർ എന്ന് പറഞ്ഞാൽ 1 ആർ എന്ന് പറഞ്ഞാൽ 100 മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇതെല്ലാം ഒന്ന് മാക്സിമം പറ്റുന്നതൊക്കെ ഒന്ന് നോക്കി വെച്ചിരിക്കുക നമ്മുടെ എക്സാമിന്. ഇനി അപ്പം മെയിനായിട്ടുള്ള ഡ്യൂട്ടി ഡെൽറ്റ, ബേസ് പീരീഡ്, ക്രോപ്പ് പീരീഡ്, കുറേ ഇതെല്ലാം കഴിഞ്ഞു, ടേംസ് എല്ലാം കഴിഞ്ഞു. ഇനി ലാസ്റ്റ് കുറച്ച് ചില എക്സാംസിനൊക്കെ ചോദിക്കുന്ന 2-3 ടേംസ് കൂടെ നോക്കിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പക്ഷേ മിക്സഡ് ക്രോപ്പിംഗ് ഫാമിംഗ് അല്ലെങ്കിൽ ക്രോപ്പ് റൊട്ടേഷൻ. അപ്പോൾ ഇത് രണ്ടും എന്താണെന്ന് നോക്കാം. ഇപ്പോൾ മിക്സഡ് ക്രോപ്പും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഇതൊരു ഫീൽഡാണെന്ന് വെച്ചാൽ മിക്സഡ് ക്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്പുള്ള ക്രോപ്പ് എടുക്കുക. ഒന്ന് നീല, ഏതെങ്കിലും ഒരു പീരീഡ്, സപ്പോസ് ഇതൊരു സെയ്ത് സീസണാന്ന് വെച്ചാൽ, സെയ്ത് സീസൺ ആണെങ്കിൽ എന്ത്, സെയ്ത് സീസൺ എന്ന് പറഞ്ഞാൽ ഈ ഖാരിഫിന് റാബിൻ്റെ ഇടയ്ക്ക് ഇടുന്നത്. അപ്പോൾ അന്നേരം ഇതിൻ്റെ ഇടയിൽ ഞാൻ 2 ടൈപ്പ്, ഒന്ന് ബ്ലൂ കളറിലുള്ള ക്രോപ്പും, പേരൊന്നും ഞാൻ പറയുന്നത് ബ്ലൂ കളറിലുള്ള ക്രോപ്പും ഗ്രീൻ കളറിലുള്ള ക്രോപ്പ്, ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യും, ഒരുമിച്ചിട്ട് ഇറിഗേറ്റ് ചെയ്യും. ഒരുമിച്ച് ഞാൻ കൾട്ടിവേറ്റ് ചെയ്യും. ഒരുമിച്ച് കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ സമയത്ത് ഞാൻ ഈ 2 ക്രോപ്പിനും ആവശ്യമായിട്ടുള്ള വെള്ളം മൊത്തത്തിൽ കൊടുക്കേണ്ടി വരും. എങ്കിലേ രണ്ടും വൃത്തിക്ക് വളരത്തുള്ളൂ. അത് ഏതെങ്കിലും ഒരു ക്രോപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രമല്ല കൊടുക്കേണ്ടത്, 2 ക്രോപ്പിനും ആവശ്യമായിട്ടുള്ള വെള്ളം ഫീൽഡിലേക്ക് എത്തിക്കണം. അത് നമുക്ക് ഫർദർ അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പക്ഷേ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുക, മിക്സഡ് ക്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ സെയിം സീസൺ. അതുകൊണ്ടാണ് ഞാൻ സെയിം സീസൺ അതെടുത്ത് ഹൈലൈറ്റ് ചെയ്ത് അറിയണം. അതാണ് സെയിം സീസൺ. ഒരേ സീസണിൽ ഡിഫറെൻറ്റ് ക്രോപ്സ്, സെയിം സീസൺ ഡിഫറെൻറ്റ് ക്രോപ്സ്, അങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ അതാണ് ഇതിനകത്തെ കീ പോയിൻറ്റ്. സെയിം സീസൺസ് ഡിഫറെൻറ്റ് ക്രോപ്സ്, അതിനാണെന്ത് മിക്സഡ് ക്രോപ്പിംഗ് അല്ലെങ്കിൽ മിക്സഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ വീറ്റ് ഉണ്ട്, മസ്റ്റാർഡ്. അത് വീറ്റും മസ്റ്റാർഡോടെ ഒരുമിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കൾട്ടിവേറ്റ് ചെയ്യുക. വീറ്റ് എന്ന് പറഞ്ഞാൽ റാബി സീസണിൻ്റെ കൂടെ തന്നെ, ഇതിൻ്റെ ഇടയിലൊക്കെ ഗ്യാപ്പ് കാണുമല്ലോ, അവിടെ എന്ത് ചെയ്യുക, ഈ മസ്റ്റാർഡോട്ട് കൾട്ടിവേറ്റ് ചെയ്യുവാണെങ്കിൽ അപ്പോൾ അത് ഒരേ സീസണല്ലേ, അതിനെന്ത് പറയാം, മിക്സഡ് ക്രോപ്പിംഗ് അല്ലെങ്കിൽ ഫാമിംഗ്. ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട്. ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഫീൽഡെന്ന് വെച്ചോ. അപ്പോൾ ഞാൻ ഈ കേസ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. യെല്ലോ കളറിലുള്ളൊരു ക്രോപ്പുണ്ട്, വൈറ്റ് വേണ്ട, ഗ്രീൻ കളറിലുള്ളൊരു ക്രോപ്പുണ്ട്, ബ്ലൂ കളറിലുള്ള ക്രോപ്പുണ്ട്. 3 ക്രോപ്പുണ്ടെന്ന് വെച്ചോ. ഏത് സീസണാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഏതോ 3 സീസൺ. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്തു, ഈ യെല്ലോ കളറിലുള്ള ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യുക. അപ്പം ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്, നമ്മുടെ ഫീൽഡിൽ നമുക്കറിയാം ഈ ക്രോപ്പിനെല്ലാം ന്യൂട്രിയൻസ് വരും. അപ്പം യൂഷ്വലി ഉള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള ന്യൂട്രിയൻസ് NPK, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. അപ്പം സപ്പോസ് ഈ യെല്ലോ ക്രോപ്പിന് ഏറ്റവും കൂടുതൽ വേണ്ടത് നൈട്രജന്, ബ്ലൂവിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഫോസ്ഫറസ്, പച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പൊട്ടാസ്യം. ഇത് ചുമ്മാ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയൂ. ഓക്കെ, അപ്പോൾ യെല്ലോ കളറിലുള്ള ക്രോപ്പ് ഞാൻ കൾട്ടിവേറ്റ് ചെയ്യുക. അതൊരു 2-3 മാസം അല്ലെങ്കിൽ 4 മാസം കൾട്ടിവേറ്റ് ചെയ്യുക. 4 മാസം കൾട്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, യെല്ലോക്ക് ഏറ്റവും ആവശ്യമുള്ള ഏത് ന്യൂട്രിയൻ്റ്, നൈട്രജൻ ആണല്ലോ. ഇപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഈ ക്രോപ്പ് വലിച്ചെടുക്കുന്നത് എന്തായിരിക്കും, നൈട്രജൻ ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഈ 4 മാസം കൾട്ടിവേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഗ്രൗണ്ടിൽ പൊതുവേ എന്ത് കുറവായിരിക്കും, നൈട്രജൻ എന്ന് പറയുന്ന ന്യൂട്രിയൻറ്റ് കുറവായിരിക്കും. പക്ഷേ ഫോസ്ഫറസും പൊട്ടാസ്യവും ആവശ്യത്തിലധികം കാണും. കാരണം യെല്ലോയുടെ ക്രോപ്പ് അത് ഉപയോഗിക്കുന്നില്ലല്ലോ അധികം, അത് കാണും. പക്ഷെ നൈട്രജൻ കുറഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഈ ഒരു 4 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ മഞ്ഞ കളറിലുള്ള ക്രോപ്പ് ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഫീൽഡിൽ ഓൾറെഡി എന്ത് കുറഞ്ഞു, നൈട്രജൻ ആദ്യം ഒരു വട്ടം യെല്ലോ കളറിലുള്ള ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്തപ്പോൾ കുറഞ്ഞു. രണ്ടാമത് വീണ്ടും എടുത്തിട്ട് കഴിഞ്ഞാൽ ആ ഫീൽഡിൽ ആവശ്യമായിട്ടുള്ള നൈട്രജൻ്റെ കണ്ടൻറ്റ് കിട്ടുമോ? ഞാൻ അഗെയിൻ പറയുന്നത് ഫെർട്ടിലൈസർ ഒന്നും ഇടുന്നില്ല, അങ്ങനെ കോമൺ ഇതിലാണെങ്കിൽ കിട്ടത്തില്ല. അന്നേരം എന്ത് പറ്റും, നമുക്ക് കൃഷിയുടെ ആ ഒരു വിളവ് ആവശ്യം നമ്മൾ വിചാരിച്ച അത്രയും പ്രൊഡക്ടിവിറ്റിയിൽ കിട്ടത്തില്ല. അന്നേരം ഫുൾ പ്രശ്നമാവും. അതുകൊണ്ടാണ് ശരിക്കും എന്തിലേക്ക് എത്തുന്നത്, ഈ ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറഞ്ഞ രീതി. ഇപ്പം ഞാനിത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ളത് കൊണ്ടാണ്.
എന്തുകൊണ്ടാണ് വൈ ക്രോപ്പ് റൊട്ടേഷൻ എന്നുള്ള. അപ്പം അതുകൊണ്ട് അതിനെ മറികടക്കാൻ നമ്മൾ ചെയ്യുന്ന രീതിയാണെന്ത് ക്രോപ്പ് റൊട്ടേഷൻ. അപ്പോൾ ആദ്യത്തെ 4 മാസം ഞാൻ കൃഷി ചെയ്തു, യെല്ലോ കളറിൽ കൃഷി ചെയ്തു, അത് പ്രൊഡക്ടിവിറ്റി എടുത്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഗ്രൗണ്ടിൽ നൈട്രജൻ്റെ അളവ് കുറഞ്ഞു. അപ്പോൾ ഞാൻ അടുത്ത 4 മാസം ബ്ലൂ കളറിലുള്ള ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യും. അപ്പോൾ ബ്ലൂ കളറിലുള്ള ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ ബ്ലൂ കളറിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഫോസ്ഫറസ്. അപ്പോൾ അത് ഗ്രൗണ്ടിൽ നിന്ന് എന്തായിരിക്കും വലിച്ചെടുക്കുന്നത്? ഫോസ്ഫറസ് ആണ് മാക്സിമം എടുക്കുന്നത്. അതിന് നൈട്രജൻ്റെ ആവശ്യം വളരെ കുറവാണ്. അപ്പോൾ പിന്നെ ഗ്രൗണ്ടിൽ നൈട്രജൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ട് ഈ ക്രോപ്പിൻ്റെ പ്രൊഡക്ടിവിറ്റിയെ ഇത് ബാധിക്കത്തില്ല, ഗ്രൗണ്ടിൽ നൈട്രജൻ ഇല്ലെന്നുള്ളത്. പക്ഷേ ഇത് വളർന്നു വരുന്ന സന്ദർഭത്തിൽ തിരിച്ചു വരും? നേരത്തെ നഷ്ടപ്പെട്ട ഈ 4 മാസം ഉപയോഗിച്ച് കുറേ നൈട്രജൻ തീർന്നില്ലേ? ആ നൈട്രജൻ എന്ത് ചെയ്യും? പയ്യെ കാരണം കുറേ നേരം ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവിടെ കളക്കിയതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അറ്റ്മോസ്ഫിയറിൽ നിന്ന് നൈട്രോ ബാക്ടറൊക്കെ എന്ത് ചെയ്യും? ഇതിനെ തിരിച്ച് നൈട്രജനിലേക്ക് കൺവേർട്ട് ചെയ്ത് ഗ്രൗണ്ടിൽ കൊണ്ടുവരും. അപ്പോൾ ഈ 4 മാസം ഈ നീല ക്രോപ്പ് ഗ്രൗണ്ടിലുള്ള ഫോസ്ഫറസ് എടുത്ത് വളരുന്ന സമയം തിരിച്ച് അതിന് മുമ്പുള്ള 4 മാസം നഷ്ടപ്പെട്ട നൈട്രജൻ എന്ത് ചെയ്യും? റിപ്ലനിഷൻ ചെയ്യും. അത് ഗ്രൗണ്ടിലേക്ക് വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ആ 4 മാസവും കഴിഞ്ഞു. അപ്പോൾ അത് കഴിയുമ്പോൾ എന്ത് പറ്റും? ഫോസ്ഫറസ് കുറയും. അപ്പോൾ ആ 4 മാസം കഴിയുമ്പോൾ ഫോസ്ഫറസ് കുറയും. പക്ഷെ നേരത്തെ കുറഞ്ഞിരുന്ന നൈട്രജൻ എന്ത് ചെയ്യും? വീണ്ടും കുറച്ചുകൂടെ കൂടിയിരിക്കും. 3-ാമത്തെ മാസം ഞാൻ വേറെ പച്ച കളറിലുള്ള ക്രോപ്പ് ഇടുക. പച്ച കളറിലുള്ള ക്രോപ്പ് ഗ്രൗണ്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഏതാ എടുക്കുന്നത്? പൊട്ടാസ്യം. ആവശ്യത്തിലധികം ഉണ്ടല്ലോ ഗ്രൗണ്ടിൽ, കാരണം ആദ്യത്തെ 2 പേരും ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഗ്രൗണ്ടിൽ കുറവാണ്? ഏറ്റവും കുറവ് ഫോസ്ഫറസ് ആയിരിക്കും, നൈട്രജനും കുറവാണ്. ആദ്യം നഷ്ടപ്പെട്ടത് കുറേയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ടൈമിൽ എന്ത് ചെയ്യും? വീണ്ടും നൈട്രജൻ ഇതിനകത്ത് റിപ്ലനിഷ് ചെയ്തുകൊണ്ടിരിക്കും. നേരത്തെ നഷ്ടപ്പെട്ട പൊട്ടാസ്യവും എന്ത് ചെയ്യും? റിപ്ലനിഷ് ചെയ്യും. എന്നാൽ അത് ഈ പച്ച ക്രോപ്പിനെ ബാധിക്കത്തില്ല. കാരണം അത് പൊട്ടാസ്യം ഉപയോഗിക്കുന്നത്. അപ്പോൾ പൊട്ടാസ്യം ഉപയോഗിച്ച് അതും വിളവെടുത്ത് അത്യാവശ്യം കാര്യങ്ങൾ കഴിയും. അപ്പോൾ പൊട്ടാസ്യം കൂടെ ഉപയോഗിച്ച് കഴിയുമ്പോൾ പച്ച ക്രോപ്പ് ഹാർവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറവായിരിക്കും. പക്ഷെ ഫോസ്ഫറസും നൈട്രജനും പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാണും. ഇനി അടുത്ത 4-ാമത്തെ ദിവസം വീണ്ടും എന്ത് ചെയ്യുക? എനിക്ക് മഞ്ഞ ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യാം, തടസ്സമില്ല. കാരണം നൈട്രജൻ എല്ലാം ലാൻഡിൽ റിപ്ലനിഷായി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം ഗ്രൗണ്ടിനും ഒരു പ്രശ്നവും വരത്തില്ല, എന്നാൽ നമ്മുടെ ഹാർവസ്റ്റിനും പ്രശ്നം വരത്തില്ല. അങ്ങനെ ഒരു രീതിക്ക് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്രോപ്പ് റൊട്ടേഷൻ. ഇവിടെ ഉള്ള കീ പോയിൻ്റ് ഡിഫറൻറ്റ് ക്രോപ്സാണ്. നേരത്തെയും നമ്മൾ കണ്ടത് ഡിഫറൻറ്റ് ക്രോപ്സാണ്. മിക്സഡ് ക്രോപ്പിങ്ങിലും ഡിഫറൻറ്റ് ക്രോപ്സാണ്, അതിന് വ്യത്യാസമില്ല. പക്ഷേ സീസൺ ഇവിടെ ഡിഫറൻറ്റ് സീസൺ, അതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ഡിഫറൻറ്റ് സീസൺ ഡ്യൂറിങ് എ പർട്ടിക്കുലർ ഇത് സൈമൾട്ടേനിയസിൽ ഇത് ഡ്യൂറിങ് എ പർട്ടിക്കുലർ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ അല്ലെങ്കിൽ ഡിഫറൻറ്റ് സീസൺ അല്ലെങ്കിൽ ഡിഫറൻറ്റ് ടൈം പീരീഡിലാണ് എന്ത് ചെയ്യുന്നത്? രണ്ടും ചെയ്യുന്നത്. അതാണ് ക്രോപ്പ് റൊട്ടേഷനും. ഇനി ക്രോപ്പ് റൊട്ടേഷൻ ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു? ക്രോപ്പ് ഈൽഡ് കൂടും, ലാൻഡ് പ്രൊഡക്ടിവിറ്റി. അതാണ് ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്തില്ല എന്താണ് നടക്കുന്നതെന്നൊക്കെ. അതിൻ്റെ ഷോർട്ടാക്കി എഴുതിയേക്കുക. ലാൻഡ് പ്രൊഡക്ടിവിറ്റിയും ക്രോപ്പ് ഈൽഡും കൂടും. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ ചോദിക്കാം വൈ ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റീസൺ ഇതാ, ലാൻഡ് പ്രൊഡക്ടിവിറ്റി കൂട്ടാനും ക്രോപ്പ് ഈൽഡ് കൂട്ടാനും. ഓക്കെ. ഇനി ലാസ്റ്റ് ഒരു ടേം ജസ്റ്റ് ക്രോപ്പ് റേഷ്യോ. ഇത് അധികം ഇമ്പോർട്ടൻ്റ് അല്ല. ചിലപ്പോൾ ചെറിയ ചോട്ടമോട്ട എക്സാംസിന് ചിലപ്പോൾ ഡയറക്റ്റ് ഈ പറയുന്ന ഇക്വേഷൻ പിക്ക് ചെയ്യാൻ ചിലപ്പോൾ ചോദിക്കാം. ഇപ്പോൾ ക്രോപ്പ് റേഷ്യോ എന്ന് പറയുമ്പോൾ റേഷ്യോ, ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഏരിയ ഓഫ് ലാൻഡ് ഇറിഗേറ്റഡ് ഇൻ റാബി സീസൺ ടു ഏരിയ ഓഫ് ലാൻഡ് ഇറിഗേറ്റഡ് ഇൻ ഖാരിഫ് സീസൺ. അതായത് 2 സീസൺ, മെയിനായിട്ടുള്ള 2 സീസൺ, റാബി സീസൺ, ഖാരിഫ് സീസൺ. അപ്പോൾ ഈ 2 സീസണുകളിലെയും ടോട്ടൽ ഇറിഗേറ്റ് ചെയ്ത ഏരിയ ഉണ്ടല്ലോ, അവരുടെ റേഷ്യോ. ഇപ്പം പല മെറ്റീരിയലിൽ അല്ലെങ്കിൽ പല സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകളിൽ പല രീതിയിൽ എഴുതുന്ന കാണാറുണ്ട്. റാബി സീസൺ ബൈ ഖാരിഫ് സീസൺ എന്ന് ആണ് ഏറ്റവും കോമണി കാണുന്നത്. നിങ്ങൾ ചിലപ്പോൾ തിരിച്ചും കാണും, ഖാരിഫ് സീസൺ ബൈ റാബി സീസൺ കാണാം. അതിന് വ്യക്തമായിട്ട് റീസൺ, ബേസിക്കലി ഇതൊരു റേഷ്യോ എന്നേ ഉള്ളൂ ഇത് തമ്മിൽ. അതായത് ഇത് എന്താണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്? അത് തങ്ങളിൽ, അതായത് കൂടുതൽ ഏരിയ എപ്പോഴാണ് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റിയത്, അല്ലെങ്കിൽ കൂടുതൽ ഏരിയ എപ്പോഴാണ് നമുക്ക് ലാൻഡ് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റിയത്, ഖാരിഫ് സീസണിലാണോ റാബി സീസണിലാണോ, അത് ജസ്റ്റ് കമ്പയർ ചെയ്യാൻ വേണ്ടി ഒരു റേഷ്യോ എന്നേ ഉള്ളൂ. ബേസിക്കലി ക്രോപ്പ് റേഷ്യോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റേഷ്യോ ഓഫ് ഖാരിഫ് ടു റാബി, അല്ലെങ്കിൽ റേഷ്യോ ഓഫ് റാബി ടു ഖാരിഫ്. ഇപ്പോൾ യൂഷ്വലി ചോദിച്ച എക്സാംസിലൊന്നും 2 ഓപ്ഷൻ കൂടെ തന്നിട്ടില്ല. അപ്പം ഉള്ള ഓപ്ഷൻ നിങ്ങൾ എടുക്കുക. ഓക്കെ. അപ്പോൾ ഇതോടെ കൂടി നമ്മുടെ തുടക്കമുള്ള നമ്മളെ കുറേ ടേംസ്, ഡ്യൂട്ടി, ഡെൽറ്റ, ബേസ് പീരീഡ്, ക്രോപ്പ് പീരീഡ്, പാലിയോ ഇറിഗേഷൻ, കോർ വാട്ടറിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പിന്നെ റിലേഷൻസ്, അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മാക്സിമം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കാണുക.
ഇതിന് ശേഷം നിങ്ങൾ ഇതിനുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടെ ട്രൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു.